അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ ഒരു നൂറ്റാണ്ട് മുൻപ് കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട ഏറ്റവും വലിയ ചൂഷക പ്രസ്ഥാനമാണല്ലോ സമസ്ത. ആ സമസ്ത രൂപീകരിച്ചത് തന്നെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് അവർ തന്നെ പല പ്രാവശ്യം തുറന്ന് സമ്മതിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർ മഹാന്മാരെന്നും ഔലിയാക്കളെന്നും തങ്ങന്മാരെന്നും തമ്പുരാക്കന്മാരെന്നും പേരിട്ട് വിളിക്കുന്ന ആളുകളുടെ സന്നിധിയിലേക്ക് ഈ പാവപ്പെട്ട അനുയായികളെ കൂട്ടം കൂട്ടമായി ആട്ടിത്തെളിക്കുക എന്ന ഉത്തരവാദിത്തമാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി സമസ്ത ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയ്ക്ക് ഇത്തരത്തിലുള്ള നിരവധി അനവധി തങ്ങന്മാരും തമ്പുരാക്കന്മാരും ഔലിയാക്കളും പൊട്ടിമുളക്കുകയും അതിനേക്കാൾ വേഗതയിൽ പൊട്ടിത്തമരുകയും ചെയ്ത ചരിത്രം സമസ്തയുടെ ചരിത്രത്തിൽ 1, 10, 100 ഉള്ളത്. അവർ നിരവധി കാലം മഹാന്മാരായി ഔലിയാക്കളായി തലയിലേറ്റി നടന്ന് പിന്നീട് അവർ കള്ളന്മാരാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവരെ വലിച്ചെറിഞ്ഞ സംഭവം എത്രയാണ് സമസ്തയുടെ ചരിത്രത്തിലുള്ളത്. എന്നാലും എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത സമസ്തയുടെ അനുയായികൾ പുതിയ ഒരു ഔലിയ രംഗപ്രവേശം ചെയ്താൽ, അല്ലെങ്കിൽ പുതിയ ഒരു തങ്ങൾ രംഗപ്രവേശം ചെയ്താൽ ഈയാമ്പാറ്റകളെ പോലെ സ്വന്തം സമ്പത്തും ചാരിത്രവും അഭിമാനവും വിശ്വാസവുമെല്ലാം അയാളുടെ കാൽ കീഴിൽ അടിയറ വെച്ച് നശിച്ചൊടുക്കുന്ന ചരിത്രം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നൂറെ ഹബീബി എന്ന് സ്വയം ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഹാമിദ് ആറ്റക്കോയ എന്ന വ്യക്തി. നമുക്കറിയാം, സമസ്തയുടെ ചരിത്രത്തിൽ ഓരോ കാലത്തും ഓരോ ട്രെൻഡാണ്. കുറേ കാലം ജനങ്ങൾ വലിയ പോരിശയും കറാമത്തുമായി കൊട്ടിഘോഷിച്ച് നടന്നത് മുട്ടിപ്പടി ഇബ്രാഹിം ഖലീൽ ബുഖാരിയുടെ സ്വലാത്ത് മാമാങ്കത്തിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബായാർ തങ്ങൾ എന്നൊരു വ്യക്തി അയാളുടെ കറാമത്തും അയാളുടെ സ്വലാത്ത് മജ്ലിസും ദുആ മജ്ലിസുമായി കുറേ സമ്പാദ്യമുണ്ടാക്കി. ഇപ്പോൾ അയാളും വിസ്മൃതിയിലായി. അതിനുശേഷം രംഗപ്രവേശനം ചെയ്ത ഒരു സാധനമാണ് അറിവിൻ നിലാവ് എന്ന ഓമന പേരിട്ട് ജനങ്ങളുടെ സമ്പത്തും വിശ്വാസവും ചൂഷണം ചെയ്ത സഫ്വാൻ സഖാഫി എന്ന ഒരുത്തൻ. അവന്റെ കാലവും കഴിഞ്ഞു. ഈ പറയപ്പെട്ടവന്മാരെല്ലാം 10, 100 തലമുറക്ക് സുഖമായി ഇരുന്ന് തിന്നാനുള്ളതെല്ലാം സമ്പാദിച്ച് സ്ഥാപനങ്ങളുമായി കളം മാറി ചവിട്ടി സ്വസ്ഥ ജീവിതം നയിക്കുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന വ്യവസായമാണ് നൂറെ ഹബീബി എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഹാമിദ് ആറ്റക്കോയയുടെ തട്ടിപ്പുകളും ലീലാവിലാസങ്ങളും. അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമുക്ക് അല്പം സംസാരിക്കാനുള്ളത്. ഈ ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന ഈ വ്യക്തി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമാണ്, സ്ഥാപനങ്ങളാണ്, സ്ഥലങ്ങളാണ് വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. എവിടുന്നാണ് ഇതിനെല്ലാം പൈസ ലഭിക്കുന്നത്? ആ പൈസ ലഭിക്കുന്ന രീതി ആദ്യം തന്നെ ഒന്ന് കാണുക. കുട്ടികളൊക്കെ മടിയിലിട്ടാണ്. ഒന്ന് നല്ല കുട്ടികളല്ല, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല. നിങ്ങളെ മുന്നിൽ കൂടെ ബക്കറ്റ് വരുന്നുണ്ട്, നിങ്ങൾ കായത്തോളെ ബക്കറ്റ് കൊണ്ട് ആങ്ങളാട് പോയത് വെച്ച് തരണേ. 10,000 ആളുകളുണ്ട്. നോക്കാൻ നിങ്ങൾ ഒരാൾ ശബ്ദം ഉണ്ടാവും. അതാണ് ഞാൻ ആദ്യം അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ ഈ മജ്ലിസിലേക്ക് വിളിച്ചത്. വേറെ കുട്ടികളെ വിളിച്ചാൽ വല്യപ്പമാര് വരാതിരിക്കുമോ? ഞാനൊരു അഹങ്കാരം പറയട്ടെ നിങ്ങളോട്. അഹങ്കാരം ഇല്ലാത്ത ഒരാളാ ഞാൻ. അല്ല അഹങ്കാരം തരാതെക്കട്ടെ. ഞാൻ വലിയൊരാളല്ലേ ഇല്ല അഹങ്കാരം കൂടെ പറയട്ടെ. പറയട്ടെ, ഇന്ന് ഇന്ത്യയിൽ ഇത്ര വലിയ മജ്ലിസ് നടക്കുന്നുണ്ട്. ഉറക്കനെ പറയാം ഇല്ലല്ലോ. അപ്പൊ ഇതാണ് ഇപ്പം പൈസ ഉണ്ടാക്കുന്ന കോലങ്ങളിലൊന്ന്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല, അതുകൊണ്ട് എല്ലാവരും ബക്കറ്റായിട്ട് വരുന്നുണ്ട്, എല്ലാവരും ബക്കറ്റിൽ പൈസ ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടി ഒരു താക്കിയത് ബക്കറ്റായിട്ട് ആൾക്കാരിങ്ങനെ മുങ്ങരുത്. കാരണം ഇത് കുറേ കാട്ടുകള്ളന്മാരെ കൂടി ഒരു കൂട്ടുകൃഷിയുള്ളത്. ഒറ്റ അതിനും പരസ്പരം വിശ്വാസം ഉണ്ടാവില്ല. ആരൊക്കെ കൈയിട്ട് മാന്തുണ്ട് നക്കുണ്ട് മുണുങ്ങുണ്ടെന്ന് ആർക്കും അറിയണ്ടാവില്ലേ. ഈ തലച്ചോറില്ലാത്ത കവും ബക്കറ്റിൽ അങ്ങനെ കൊണ്ടുപോയി കൊട്ടല്ലേ, സ്വർണ്ണങ്ങളും പൈസകളും എല്ലാം കൊണ്ടുപോയി കൊട്ടല്ലേ. അതിന് കുറെ മാന്തി കഴിഞ്ഞാൽ ആരറിയാനാണ്? ബക്കറ്റിൽ ആരും മുങ്ങരുത്, ഒക്കെ പൈസ പടത്തിന് തരണേ, ഒരു ബേജാറ്. എന്നിട്ട് ഓൻ ജനങ്ങളെ പറ്റിക്കണ കോലം ഇത്. റസൂലുള്ളാഹിനെ വിളിച്ചിട്ടുണ്ട് ഈ സദസ്സിക്ക്. അപ്പൊ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ് ഇവന്. പേരക്കുട്ടി വിളിച്ചാൽ വല്യപ്പാക്ക് വരാതിരിക്കാൻ കഴിയോ? കൗമിനത് പോരെ. എന്നിട്ട് ഓൻ പറയാണ്, ഞാൻ അഹങ്കാരം തീരില്ലാത്തൊരു മനുഷ്യനാണ്, എന്നാലും കെടുക്കട്ടെ, മേമ്പൊടിക്കും വേണ്ടി കുറച്ച് അഹങ്കാരം, ഒരു അഹങ്കാരം പറട്ടെ. ഞാൻ എന്താണ്, ഇന്ന് ഇന്ത്യയിൽ ഇത്രയും ജനങ്ങൾ കൂടുന്ന വേറെ മജ്ലിസ് ഉണ്ടോ? ഈ പൊട്ടൻ്റെ വിചാരം ഈ മേലെ കൊടക്കാട് പാലക്കാട് ജില്ലയിലുള്ള മണ്ണാർക്കാട് ഭാഗത്തുള്ള ഈ കൊടക്കാടെന്ന ഇന്ത്യ എന്നാ എൻ്റെ വിചാരം. ഈ തലച്ചോറില്ലാത്ത അന്ധവിശ്വാസികൾ എവിടെ ഉണ്ടോ അവിടൊക്കെ അങ്ങനത്തെ മജ്ലിസ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇവിടുന്ന് നടന്നു പോയ ഒരുത്തുണ്ടല്ലോ, സിയാബ് ചോറ്റൂർ ഹജ്ജിന് പോയെ.
ഓന്റെ മജ്ലിസിലൊക്കെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ കൂടണത്. തലച്ചോറില്ലല്ലോ, ഒരെണ്ണത്തിന് വിവേചന ബുദ്ധിയും തിരിച്ചറിവില്ലല്ലോ, പിന്നെ ആള് കൂടാതെക്കോ? കഴിഞ്ഞിട്ടില്ല പൈസ ഉണ്ടാക്കണ കോലം. അടുത്ത ക്ലിപ്പുണ്ടോളി. പിന്നെ നമ്മളെ പുസ്തകം നൂറെ ഹബീബിന്റെ പുസ്തകം എല്ലാവരും ഓരോന്ന് വായിക്കോ. പിന്നെ നിങ്ങൾ എനിക്ക് തരാനുള്ള 501 രൂപ അവിടെ പെട്ടിണ്ട്. അത് കൂടാതെ നിങ്ങളെ മുന്നിൽ കൂടെ ബക്കറ്റ് വരുന്നു, അതിലിട്ടോ. അപ്പൊ നൂറെ ഹബീബിന്റെ പുസ്തകം ഉണ്ട്, അതെല്ലാരും വാങ്ങണേ. നൂറെ ഹബീബിന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇവനെ കുറിച്ചുള്ള ഇവന്റെ ജീവിത ചരിത്രമാണെന്ന് അറിഞ്ഞൂടാ. കേട്ടോടത്തോളം എന്റെ ചരിത്രം അങ്ങനെ പുസ്തകമാക്കി വെക്കാൻ പറ്റിയ സാധനം ഒന്നല്ല, ഇരിക്കട്ടെ. പിന്നെ എനിക്ക് തരാനുള്ള 501 റുപ്യ അതെല്ലാവരും തരണേ. എനിക്ക് തരാനുള്ള 501 റുപ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലായില്ല? അവിടെ കൂടെ 10,000-കണക്കിന് ആൾക്കാർ ഇവന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി പോയതാ എല്ലാവരും 501 റുപ്യ എനിക്ക് തരാനുള്ളത്. അതിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ പെട്ടിന്റെ അടുത്ത് പോയിട്ടാൻ സൗകര്യം ഇല്ലെങ്കിൽ ബക്കറ്റ് നിങ്ങളുടെ അടുത്ത് വരും. അങ്ങനെ ഏതൊക്കെ മാർഗത്തിലാണ് പൈസ പിടുങ്ങാൻ പറ്റുക, അങ്ങനെയൊക്കെ പിടുങ്ങന്നെ. എന്നിട്ടോ തീരുണ്ടോ അവന്റെ അലച്ച, പൈസനുള്ള അലച്ച? ഏക്കറുള്ളവന് ആക്കറ തീരൂല എന്ന് പറഞ്ഞ മാതിരി പിന്നെയും പൈസ ഉണ്ടാക്കുകയാണ്. അതിന്റെ പുറമെ ഇപ്പൊ ഒരു കൊടിമരം കണ്ടോളി, കൊടിമരത്തിന്റെ കോലം. ഇത് നൂറെ ഹബീബ് തങ്ങളുടെ വീടിന്റെ മുറ്റാണ്. അള്ളാഹു ഒരുപാട് ഞാമത്ത് തന്നൊരു മുറ്റാണിത്. ഇത് കണ്ട നിങ്ങൾ ഈ കൊടിമരം, ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട്. ഇത് ഇത് പറയാൻ പോവാണ്. ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല. സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല. ഒരു ദിവസം 1000-കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും. അങ്ങനെ ഞാനിവിടെ ചികിത്സയ്ക്ക് വരുമ്പോൾ 1000-കണക്കിന് ആളിന്റെ വീടിന് മുറ്റത്തുണ്ടാവും. അങ്ങനെ ഞാൻ മണിക്കൂർ ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും. ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും. 2 കാക്കകൾ. നമ്മളതെന്തില്ല, ശ്രദ്ധിച്ചില്ല. എല്ലാ ദിവസവും എന്താണ് ഇത് കരയാണ്. സംഭവം എന്താണെന്നില്ല നമുക്ക് മനസ്സിലായില്ല. അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹ റബ്ബ് എനിക്ക് തന്നൊരു വരദാന, ഒരു ഞാമത്ത. അത് ഔലിയാക്കൾ മുഖേന കിട്ടിയത് തന്നെയാണ്. അപ്പോ ഈ കാക്കകൾ കരയുന്നത് എന്താ നമുക്കറിയില്ല. കുറെ ദിവസം നമുക്ക് മനസ്സിലായില്ല. പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി. എന്തുകൊണ്ടാണ് കാക്ക കരയുന്നറിയോ? തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ തൊടുകയാണ്. തടി അശുദ്ധിയുള്ള സ്ത്രീകള് വന്നിട്ട് ഈ കൊടിമരം തൊടുകയാണ്. അപ്പൊ എന്താണ്, ആ കൊടിന്റെ മുകളിൽ കാക്ക തൂറി. ഹക്ക് പറയണല്ലോ, വിമർശനം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം, പറയണം. അങ്ങനെ എന്താക്കി മിനിങ്ങാണ് ഇത് കെട്ടി. അതിനുശേഷം കാക്ക രണ്ടുപിടെ വന്നിട്ടില്ല. കണ്ടില്ലേ, നമുക്ക് കറാമത്തുണ്ടാക്കണ കോലാണത്. അത്ഭുത സംഭവങ്ങളാണ് അതൊക്കെ. എന്താണ്, ഒരു കൊടിമരം കുത്തിയവിടെ. അപ്പൊ അതിനൊരു അത്ഭുതം ഉണ്ടാക്കണ്ടേ, പൈസ വീഴണ്ടേ? അപ്പൊ ഉണ്ടാക്കിയ കഥ എന്ത്? 2 കാക്കകൾ എന്നും കൊടിമരത്തിന്റെ മുകളിൽ വന്നിരിക്കും. കൊടിമരത്തിന്റെ മുകളിൽ വന്നിരുന്നപ്പോ ഈ കൊടിമരത്തിന് ആദ്യം കിണർ പോലെ പടുത്ത് കെട്ടിയിട്ടുണ്ടല്ലോ, അതില്ലായിരുന്നു. അപ്പൊ ഈ മെൻസസ് ഉള്ള പെണ്ണുങ്ങളൊക്കെ വന്ന് കണ്ട കൊടിമരത്തുമ്മ തൊട്ടുമുത്തി അവിടെ നക്കുണ്ടാവും. അത് കണ്ടപ്പോ കാക്ക തൂറി ആ കൊടിമരത്തുമ്മല്. കാരണം അശുദ്ധിയുള്ള പെണ്ണുങ്ങളൊന്നും തൊട്ടല്ലോ. അതിനാണ് ഇപ്പൊ ഞാൻ ആ കൊടിമരത്തിനൊരു മതിൽ വെച്ചിട്ടുള്ളത്. ഇപ്പൊ എന്തൊക്കെയായി? കൊടിമരായി, കൊടിമരത്തിന്റെ അത്ഭുതമായി, കാക്കത്തൂറിയ കഥായി, പെണ്ണുങ്ങൾക്ക് പൈസ ഇടാൻ സൗകര്യത്തിന് അതായി. അല്ലെങ്കിൽ ഏതെങ്കിലും ചെങ്ങായിമാർ വന്ന് കണ്ട് ചിലപ്പോൾ അയക്ക് ഇറങ്ങിയാണ് പൈസ എടുക്കുണ്ടാവേ. ആ പേടിക്കായിരിക്കും. അപ്പൊ അതിന് കഥ ഉണ്ടാക്കി. എത്രയാണ് അതിൽ കിടക്കണ പൈസ? ഈ തലച്ചോറില്ലാത്ത ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, ഭർത്താക്കന്മാരും ബാപ്പമാരും മക്കളൊക്കെ ഗൾഫിൽ ആ മണലാരണ്യത്തിൽ പോയിക്കാണ്ട്, ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ പോയിക്കാണ്ട് അധ്വാനിച്ചുണ്ടാക്കി വീട്ടിക്ക് ചെലവിനും വേണ്ടി അയച്ചു കൊടുക്കുന്ന പൈസയാണ് ഈ തലച്ചോറില്ലാത്ത പെണ്ണുങ്ങള്, ഈ ജാതി ഹംകിങ്ങളെ ഈ വക തട്ടിപ്പിൽ കൊണ്ടുപോയി കൊട്ടാണ് പൈസ. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് പൈസ കൊണ്ടുപോയി കൊട്ടണമെങ്കിൽ വെറുതെ കൊണ്ടുപോയി കൊട്ടുമല്ലോ. അതിന് അത്ഭുത കഥ ഉണ്ടാക്കണം. അതാണ് കാക്ക തൂറിയ കഥ. അതിന്റെ പുറമെ ഓന്റെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ പോരിശ, അതിന്റെ ഫളുല്, അതിന്റെ റഹ്മത്ത് കേട്ടോളി. ഒരു സഹോദരിക്ക് അള്ളാഹു കൊടുത്ത നിഅമത്ത. 18 കൊല്ലം ആധാരം ബാങ്കിലേന്ന് കേട്ടോ. 18 കൊല്ലം ആധാരം ബാങ്കിലേന്ന്. സുബ്ഹാനല്ലാഹ്. 11ാമത്തെ കൊല്ലം സ്വലാത്തുൽ ഫാത്തിഹ നിഅമത്താണ്. മേലെ കുറക്കാട് മണ്ണ് പൊന്നാണ്. കേട്ടോളി. എവിടെയാണ് ചെല്ലുന്ന റഹ്മത്തിന്റെ മലക്കറങ്ങും ഒരു ഉമ്മ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉമ്മയുടെ സ്ഥലം എവിടെ? അമ്മ തങ്ങൾപ്പാപ്പത്ത് വന്നിരുന്നോ? എന്തിനാ വന്നത്? എന്ത് കാര്യം? ആധാർ എവിടെയായിരുന്നു? എത്ര കൊല്ലായി? 18 കൊല്ലം ആധാർ ബാങ്കിലായിരുന്നു. അവിടെ വന്നിരുന്നോ? കെട്ടിക്കൊണ്ടായിരുന്നു. എടുത്തോ? 18 കൊല്ലായിട്ട് ഉമ്മാന്റെ ആധാർ ബാങ്കിലായിരുന്നു. വളരെ വിഷമത്തിലായിരുന്നു. ഞാൻ ഓതാൻ പറഞ്ഞില്ലേ? ഓതാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ഖുർആൻ ഓതാൻ പറഞ്ഞു, സലാത്ത് ചെല്ലാൻ പറഞ്ഞു.
ആധാർ ബാങ്കിൽ നിന്ന് 18 കൊല്ലം എടുക്കാതെ ആധാർ എടുത്തത്. സലാത്തിന്റെ പവറ, ഖുർആന്റെ പവറ. ഇതാണ് നിങ്ങളുടെ ഹബീബിന്റെ മജ്ലിസ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 18 കൊല്ലം സുബ്ഹാനല്ലാഹ്. ആധാരം ബാങ്കിലായിരുന്നു. റഹ്മത്തിന്റെ മലക്കിനല്ല ഇറക്കി കൊടുത്തു. 18ാമത്തെ കൊല്ലം സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജസിനെ കുറിച്ചറിഞ്ഞു. ഒരു തവണ മേലെ കൊടക്കാടിന്റെ മണ്ണ് ചവിട്ടി മോളെ. എടാ ഹാമിദ് ഹംക്കെ, എന്താണോ ഈ പറയണത്? 18 കൊല്ലായിട്ട് വീടിന്റെ ആധാരം ബാങ്കിൽ പണം വെച്ചേക്ക്. അപ്പൊ 18 കൊല്ലത്തെ പലിശ എത്ര ഉണ്ടാവും? എത്ര ലക്ഷം റുപ്യ ഉണ്ടാവും? വീടിന്റെ ആധാരം ബാങ്കിൽ കൊണ്ട് പണം വെക്കുക 500 റുപ്യക്കോ 1000 റുപ്യക്കോ അല്ലല്ലോ, ലക്ഷങ്ങളുടെ ആവശ്യത്തിനായിരിക്കുമല്ലോ. ആ ലക്ഷങ്ങൾ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പലിശ എത്ര ലക്ഷമായിട്ടുണ്ടാവും? അങ്ങനെ എന്ത് ചെയ്തു? ഇവന്റെ മേലെ കൊടക്കാടിന്റെ മണ്ണിലാണ് കാലുകുത്തി ആ പമ്പർന്നോള്. അങ്ങനെ റഹ്മത്തിന്റെ മലക്കാണ്ട് ഇറങ്ങി ആധാരം എടുത്തു. എങ്ങനെ? റഹ്മത്തിന്റെ മലക്ക് വല്ല ഇങ്ങനെ ബാങ്കിന്റെ CCTV-ലൊന്നും ശ്രദ്ധപ്പെടാതെ പോയിക്കാണ്ട് ഇങ്ങനെ ആധാരം വലിച്ചോ ബാങ്കിൽ നിന്ന്? അത് ആധാരത്തിന്റെ കയ്യും കാലും വെച്ച് കണ്ട് ആധാരം ഇറങ്ങി വന്നോ? എങ്ങനെയാ അത് പരിപാടി? അതോ ബാങ്കുകാർ 18 കൊല്ലത്തെ പലിശ വേണ്ട, മുതലും വേണ്ട, കൊണ്ടേക്കോറെ കൊടുത്തോ? ഏതാണോ ബാങ്കിന് പറയേ? എന്താ ഇതിലെ കറാമത്ത്? പലിശ കൊടുത്തതാ കറാമത്ത്? അതോ പലിശ ഒന്നും കൊടുക്കാതെ റഹ്മത്തിന്റെ മലക്ക് ഇങ്ങനെ നൂണ്ടി കയറിയിട്ട് ബാങ്കിൽ നിന്ന് ആധാരം വലിച്ചതാ കറാമത്ത്? അത് ആധാരം സ്വയം ഇറങ്ങി വന്നത്? എന്താ ഇതിലെ കറാമത്ത്? ഇതിൽ അത്ഭുതം എന്താ? റഹ്മത്തിന്റെ മലക്കൊക്കെ ഇപ്പൊ ഇതാണുള്ള പണി. ഇവന്റെ ഈ തലച്ചോറില്ലാത്ത കുഞ്ഞാടുകൾ ഓരോ തോന്നിയാസം ചെയ്ത് കണ്ട് ഹറാമ് ചെയ്ത് കണ്ട് ആ ഹറാമിനെ സപ്പോർട്ട് ചെയ്യില്ല റഹ്മത്തിന്റെ മലക്കുകളെ പണി തന്നെ. നമുക്ക് എന്താണ് ഈ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞില്ല റഹ്മത്തിന്റെ മലക്കുകളെ പണി. റഹ്മത്തിന്റെ മലക്കുകൾ കാട്ടി അടുത്ത പരിപാടി നോക്കിക്കോളി. ഒരു ഉമ്മാന്റെ മോതിരം പോയി, മാസങ്ങളോളായി പോയിട്ട് ഒരു വിവരമില്ല, തിരയാത്ത സ്ഥലങ്ങളില്ല. മകളോട് പറഞ്ഞു, മോളെ ഉമ്മാനെ മോതിരം കാണാനില്ല. ആണോ? ഉമ്മ തെരഞ്ഞു നോക്കിക്കോടി. ഒരുപാട് തെരഞ്ഞു കാണണില്ല. അങ്ങനെ എന്നാൽ ഉമ്മ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിലിരുന്നോ, ഖുർആൻ ചൊല്ലിക്കോ, അത് ചൊല്ലും ചെയ്തോളിന്നാണ്. അങ്ങനെ ചൊല്ലി. മോളത് കിട്ടണില്ലല്ലോ. എന്നാൽ ഉമ്മ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിലിരുന്നു ചൊല്ലി. എന്നാൽ അവിടെ അള്ളാഹ് റഹ്മത്തിന്റെ മലക്കുകൾ ഇറക്കി കൊടുത്തു. ഇമ്മ വെറുതെ പറഞ്ഞിട്ടുണ്ടാവും, ഈ മോതിരം കിട്ടിയാല് ഞാൻ എത്തിയ മക്കൾ കൊടുക്കുന്നു. കഷ്ടകാലത്തിനുണ്ടാക്കി. നിങ്ങൾ കേട്ടോളി. ഇതൊരു മോതിരാണ്, ഇതൊരു കഥ ഉണ്ട്. ഇത് മോതിരം പോയി മാസങ്ങളോളായി. അങ്ങനെ ചെല്ലി ചെല്ലിയിട്ടുമ്പോ എന്നോട് പറഞ്ഞു, പെണ്ണെ അത് പോയിട്ടുണ്ട്. നിങ്ങൾ ചെല്ലി ചോദിച്ചാ ഞാൻ വന്നത് കിട്ടുമോ, എവിടേക്കും പോകില്ല. ഞാൻ ഉറപ്പിച്ച് ഉറപ്പ് വന്നു പോകില്ല. എന്റെ മനസ്സിൽ ഞാനത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഒരു ഉറപ്പ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് കിട്ടുമോ പോകുന്നില്ല. പിന്നെ അടിച്ചു വരുമ്പോഴൊന്നും കിട്ടിയില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോ കുട്ടികൾ ഇറങ്ങുമ്പോ ഒരു മോതിരം അത് അവിടെയാണ്, അത് സ്വർണ്ണം നല്ലായിരുന്നു ഞാനതിൽ. അപ്പൊ പിന്നെ നോക്കുമ്പോ നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണാണ്, തെരഞ്ഞിട്ട് കിട്ടിയില്ല. റഹ്മ സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലാൻ തുടങ്ങി. റഹ്മത്തിന്റെ മലക്കണ്ടിറങ്ങി കണ്ണിലത് കാണിച്ചു. സ്വലാത്തിന്റെ പവറ. അപ്പൊ എന്താണ്? ഇവന്റെ മുരീദായ ഒരു തള്ള, ആ തള്ളന്റെ മോതിരം പോയി. മോതിരം പോയ സമയത്ത് എന്ത് ചെയ്തു? ഇവന്റെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിൽ ഇരിക്കാൻ വേണ്ടി നേർച്ചാക്കി. അങ്ങനെ റഹ്മത്തിന്റെ മലക്കാണ് ഇറങ്ങി ആ മോതിരാണ് കാണിച്ചു കൊടുത്തു എന്നാണ്. ഇതൊക്കെയാണ് ഇപ്പൊ റഹ്മത്തിന്റെ മലക്കുകളെ പണി. അങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച മോതിരം കിട്ടി, അത് ഇവന്റെ പോക്കറ്റിക്ക്. നഷ്ടപ്പെട്ട ഫലം തന്നെ ഒക്കെ കണക്കന്നെയുള്ളൂ. സഹോദരങ്ങളെ, അതൊന്നും തമാശല്ല. പരിശുദ്ധ ഇസ്ലാമിലെ വിശുദ്ധമായ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവർ നടത്തുന്ന തട്ടിപ്പുകളാണ് ഇതൊക്കെ. അള്ളാഹുവിന്റെ പരിശുദ്ധരായ മലക്കുകളൊക്കെ ഇവരെ കോമാളിത്തരത്തിന് കൂട്ടി നിൽക്കുന്ന കൂലിപ്പട്ടാളങ്ങളാണ് അവന്റെ ധാരണ. ഇവരെല്ലാരും ഔലിയാക്കളിലുള്ള കഥയാണിത്. മലക്കുകളൊക്കെ ഇവരെ ഔലിയാക്കളെ കീഴിലാണ്. മലക്കുകളൊക്കെ നിയന്ത്രിക്കൽ ഇവരെ ഔലിയാക്കളാണ്. ഇവനെ പോലത്തെ തങ്ങന്മാരും തമ്പുരാക്കന്മാരൊക്കെയാണ് മലക്കുകളെ നിയന്ത്രിക്കല്. എന്താ മലക്കുകളെ പണി? കാണാതായ മോതിരം കണ്ടുപിടിച്ചു കൊടുക്കുക, നഷ്ടപ്പെട്ട പാദസരം തപ്പിപ്പിടിച്ചു കൊടുക്കുക, കളഞ്ഞുപോയ പേഴ്സ് തിരിച്ചു പിടിച്ചു കൊടുക്കുക, മറ്റേ മുരീദന്മാർ ബാങ്കിൽ വെച്ച ആധാരം വലിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് റഹ്മത്തിന്റെ മലക്കുകളെ പണി. ദീനിലെ പരിശുദ്ധമായ ചിഹ്നങ്ങളെയും വിശ്വാസങ്ങളെയും പരിഹസിക്കുക, തെരുവിലിട്ട് ചവിട്ടിത്തേക്കുക, ഇവന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട്, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വേറെ എന്താ അത്? കാരണം ഇവന്റെ കൗമ ഇങ്ങനെ ഭാര്യക്കോരി കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ പരമാവധി കിട്ടിയ ചാൻസിൽ ചൂഷണം ചെയ്യുക. ഇവനറിയാം കുറച്ചു കാലം കഴിഞ്ഞാൽ ഇവന്റെ ട്രെൻഡും അവസാനിക്കുന്നുള്ളത്. മുട്ടിപ്പടി തങ്ങൾ പോയ പോലെ, ബായാർ തങ്ങൾ വിസ്മൃതിയിലായ പോലെ, അരവിന്ദ് നിലാവ് അസ്തമിച്ച പോലെ 2-3 കൊല്ലം കഴിഞ്ഞാൽ ഇവന്റെ ട്രെൻഡും തീരും.
ആ തീരുന്നതിന് മുമ്പ് പരമാവധി ഭാര്യ കൂട്ടി തന്നെ. കാരണം എന്താ, ഇപ്പോഴല്ലേ 2-3 കൊല്ലമായിട്ടുള്ള ഒരു രംഗത്ത് വന്നിട്ട് ഇത്രയും കാലം എവിടെയായിരുന്നു? ആയ കാലത്ത് പല ബിസിനസ്സും പല ഏർപ്പാടും പല തട്ടിപ്പ് തരികടകളും നടത്തിയിട്ട് ഒന്നും വിജയിച്ചില്ല. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ഒരു കച്ചവടത്താണല്ലോ ഈ ദീനിനെ വിറ്റ് കച്ചവടം ചെയ്യുക. അപ്പൊ ഈ രംഗത്തുകൾ ഇറങ്ങി ഇതാണ് വിജയിച്ചു. ഇത് കുറച്ചു കാലം ഉണ്ടാവുള്ളൂ. ആ കാലത്തിനുള്ളൊരു പരമാവധി എങ്ങനെയൊക്കെ ഭാര്യ കൂട്ടാൻ പറ്റുക അങ്ങനെയൊക്കെ ഭാര്യ കൂട്ടുക. ഭാര്യ കൂട്ടലിന്റെ അടുത്ത വേർഷൻ കണ്ടോളി. ഞായറാഴ്ച മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി കാട്ടുതെറുപ്പാപ്പാന്റെ ആണ്ടാണ്. പാപ്പാന്റെ ആണ്ടാട്ടോ. ഇൻഷാ അല്ലാഹ് ഇറച്ചി ഇന്റെ വകയാണ്, പത്തിരിങ്ങളെ വകയാണ്, പത്തിരിങ്ങളെ വക. അപ്പൊ അതുകൊണ്ട് 9 മണിന്റെ ഉള്ളിൽ പത്തിരി എത്തിക്കണം. 9 മണിന്റെ ഉള്ളില് ഇൻഷാ അല്ലാഹ് എന്താ പറയുക, പത്തിരി എത്തിക്കണം. ഇനി കൊണ്ടുവരാൻ കഴിയാത്തവർ ഇൻഷാ അല്ലാഹ് പിന്നെ ഗൂഗിൾ പേ ചെയ്താൽ എന്ത് ചെയ്യാ, നമ്മൾ വാങ്ങിക്കോളാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് മജ്‌ലിസുകൾ ഒഴിവാക്കരുത്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഇൻഷാ അല്ലാഹ് മേലെ കൊടക്കാട് ഇൻഷാ അല്ലാഹ് അന്ന് നിറഞ്ഞു കവിയും. അപ്പൊ ഏതൊരു കാട്ടിച്ചെറുപ്പാപ്പാന്റെ ആണ്ട് നേർച്ച, ആ ആണ്ട് നേർച്ചക്ക് ഇറച്ചിയും പത്തിരി ഉണ്ടാക്കണം. അതിന് ഇറച്ചിന്റെ വക പത്തിരിങ്ങളെ വക. പത്തിരിങ്ങളെ വക ആകുമ്പോ നിങ്ങൾ പത്തിരി ഉണ്ടാക്കി കൊയങ്ങണ്ട കുടുങ്ങണ്ട. നിങ്ങൾക്ക് അതിന് നേരം ഉണ്ടാവില്ല. കൗമേ മുത്തുമണിയാള്, ഇപ്പൊ പെണ്ണുങ്ങളെ വിളിക്കണ വിളിയാണ് മുത്തുമണിയാള്. മുത്തുമണിയാക്ക് അതിന് നേരം ഉണ്ടാവില്ല. കാരണം മുത്തുമണിയാക്ക് സുബീസ്കാരം കഴിഞ്ഞിട്ട് സുബീസ്കരിക്കലുണ്ടാന്ന് അറിയില്ല. ഈ ബാണ്ടക്കെട്ടും കെട്ടിയിട്ട് ഈ ജാതി ഹംക്കാളെ മജ്‌ലിസിൽ പോയി ഇരിക്കേണ്ട മുത്തുമണിയാക്ക്. അപ്പൊ മുത്തുമണിയാക്ക് ഇവിടെ പത്തിരി ഉണ്ടാക്കാൻ നേരം, ഇവന് പത്തിരി ഉണ്ടാക്കാൻ പോയിട്ട് മുത്തുമണിയാളെ മക്കൾ മദ്രസ പോണ മക്കൾക്ക് 2 ദോശ ഉണ്ടാക്കി കൊടുക്കാൻ മുത്തുമണിയാക്ക് നേരം ഉണ്ടാവുമോ? അപ്പൊ നിങ്ങൾ ബേജാറാകണ്ട. പത്തിരി ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ അതും തങ്ങപ്പാപ്പാക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി. തങ്ങപ്പാപ്പ വാങ്ങിക്കോളും പത്തിരി. സുഖായില്ല മുത്തുമണിയാക്ക്? കാരണം മുത്തുമണിയാളെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കയറ്റിയിട്ടേ അടങ്ങുള്ളൂ. അതിനിപ്പം കണ്ടെത്തിയ മാർഗമാണ് സ്വലാത്തുൽ ഫാത്തിഹ്. ഇവന്റെ മജ്‌ലിസിലെ മെയിൻ സാധനമാണ് സ്വലാത്തുൽ ഫാത്തിഹ്. ആരുണ്ടാക്കിയതാണോ ഈ സ്വലാത്തുൽ ഫാത്തിഹ്? അള്ളാന്റെ റസൂൽ ഉണ്ടാക്കിയതാ? സ്വഹാബത്തിന് പരിചയമുണ്ടോ? ഇമാമിങ്ങൾക്ക് പരിചയമുണ്ടോ? ആരുണ്ടാക്കിയതാണോ അത്? ഇത് ഈ പിൽക്കാലത്ത് ഈ അടുത്ത കാലത്ത് വന്ന ഏതോ ഒരു തീജാനി ഒരു ചങ്ങായി ഉണ്ടാക്കിയതാണ്. എല്ലാ സ്വലാത്തിനേക്കാളും പോരിഷുള്ള സ്വലാത്താന്ന് ഉണ്ടാക്കിയവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓൻ എവിടുന്നേ കിട്ടിയത്? വഹിയ് ശൈത്താൻ കൊടുത്തിട്ടുണ്ടാവും, ഇബ്ലീസ് കൊടുത്തിട്ടുണ്ടാവും. കാരണം ഏറ്റവും വലിയ പോരിഷുള്ള പ്രതിഫലമുള്ള സ്വലാത്തൊക്കെ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെക്കാട്ടൊക്കെ വലിയ പോരിഷുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ്. ആ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാനാണ് ഈ മുത്തുമണികള് കോണം ലങ്കോട്ടിയും ബാണ്ടക്കെട്ടും കെട്ടിയിട്ടാണ് പോരിന് രാവിലെ തന്നെ പെരിയെന്ന് വല്ല പെരുമ്പിലാവ് ചന്തയ്ക്ക് കന്നാളെ തള്ളിക്കൊണ്ടുപോണ മാതിരി അണ്ട് ഇറങ്ങന്നെയാണ്. ഇവറ്റകളൊക്കെ കയറൂരി വീഴുന്ന കെട്ടിയമാര് വെറും മൊണ്ണകളായിരിക്കും. വേറെന്താ ഇതിനൊക്കെ പറയാ? ഏതായാലും എന്താണ് സ്വലാത്തുൽ ഫാത്തിഹ? സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തിട്ട് ഇത് സ്വർഗത്തേക്ക് നേരാണ് കേറാന്. ഹിസാബൊന്നും ഇല്ലാതെ കേരള മത്സരമാണ്. മുത്തുമണികളിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ഒഴുകാണ്. എന്താണ് ഈ സ്വലാത്തുൽ ഫാത്തിഹ്? ചരിത്രത്തിൽ ആരും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. കേട്ടോളി. എന്നോട് ഒരുപാട് ആളുകള്, ഒരുപാട് പണ്ഡിതന്മാര്, ഒരുപാട് മഹാന്മാര് ചോദിച്ചു, തങ്ങൾ പാപ്പ എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ സ്വലാത്തുൽ ഫാത്തിഹ കിട്ടിയത്? നിങ്ങൾ മുമ്പ് സ്വലാത്തുൽ ഫാത്തിഹ കേട്ടുകൊണ്ട് ആരെങ്കിലും? ഇല്ലല്ലോ. അപ്പോ സൂറത്തുൽ ഫാത്തിഹ വരെ മര്യാദക്ക് ഓതാൻ അറിയാത്ത ഈ ഹംക്കിനോട് ഒരുപാട് തങ്ങന്മാര്, ഒരുപാട് പണ്ഡിതന്മാര്, ഒരുപാട് മഹാന്മാരൊക്കെ ചോദിച്ചത്രേ, തങ്ങപ്പാപ്പ നിങ്ങൾക്ക് എവിടുന്നേ കിട്ടിയ സ്വലാത്തുൽ ഫാത്തിഹ? ആന്തം കേട്ടോമാരെ, ഇസ്ലാമിലില്ലാത്ത സാധനം തെളിവ് വേറെ വേണോ? ഇസ്ലാമിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ആരെങ്ങനെ ചോദിക്കോ? ആരെയും ചോദിക്കോ? നിങ്ങൾക്ക് ഇവിടുന്ന് 5 നേരം നിസ്കാരം കിട്ടിയെന്ന് ചോദിക്കോ? നിങ്ങൾക്ക് ഇവിടുന്ന് റമദാൻ മാസം നോമ്പ് കിട്ടിയെന്ന് ചോദിക്കോ? ഇസ്ലാമിനെ കുറിച്ച് തന്നെ ആരെയും ചോദിക്കോ? നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ഹജ്ജ് കിട്ടിയെന്ന് ചോദിക്കോ? കാരണം എന്താ? അത് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച ആരാധന കർമ്മങ്ങളാ, പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടതാ, തലമുറകളായി കൈമാറി വന്നതാ. സ്വഹാബത്തിലൂടെ, താബീങ്ങളിലൂടെ, തബഉ താബീകളിലൂടെ അങ്ങനെ കൈമാറി വന്ന ആരാധനാ വിശ്വാസ കർമ്മങ്ങളാണ് ഇതൊക്കെ. ഇതിനെക്കുറിച്ച് തലക്ക് വെളിവുള്ള ഒരുത്തരും ചോദിക്കില്ല ഇത് എവിടുന്നേ കിട്ടിയെന്നുള്ളത്. ഇത് ഈ അടുത്ത കാലത്ത് പല സ്വലാത്തുൽ ഫാത്തിഹ ഓരോ കുഞ്ഞാപ്പോൾ ഓരോ കാലത്ത് ഓരോ നാട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതാണ് ഇതൊക്കെ. അപ്പൊ ചോദിക്കും എവിടുന്ന് ഇത് കിട്ടിയെന്ന്. എന്നിട്ട് ചോദിക്കണം, നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ സ്വലാത്തുൽ ഫാത്തിഹ? അപ്പൊ പൊട്ടന്മാരായ കൗമ് ഇല്ലോ 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 ഹല്ലേലൂയോ ഈനാബേച്ചയ്ക്ക് കൂട്ടി മരപ്പെട്ടി എന്ന് പറഞ്ഞ മാതിരി ഇവന് പറ്റ കുറെ കൗമും. എന്നാൽ തലക്ക് വെളിവുള്ള ഒരുത്തൻ ആ കൂട്ടത്തിലുണ്ട്. ഈ ആലോചിക്കണ്ടേ, ഇത് നമ്മളാരും കേട്ടിട്ടില്ലല്ലോ, മുൻഗാമികൾ കേട്ടിട്ടില്ലല്ലോ, നമ്മൾ ഉസ്താദുമാർ കേട്ടിട്ടില്ലല്ലോ, സ്വഹാബത്ത് കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ഇത് ഇസ്ലാമിൽ ഉണ്ടാവില്ല എന്ന് ആലോചിക്കണ്ടേ? അങ്ങനെ ആലോചിക്കാൻ ബുദ്ധിയുള്ള ഒമ്പന്റെ സദസ്സിൽ പോവോ? ഓക്കെ പൊട്ടന്മാരല്ലേ? ഈ പൊട്ടന്മാരെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്ത് ജീവിക്കാന്നുള്ളതിൽ PhD ഗവേഷണം എടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കില്ല. ഇവൻ പൊട്ടനല്ല, അവൻ ബുദ്ധിമാനാണ്.
ഈ കൗമിനെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്നും എങ്ങനെ പണം സമ്പാദിക്കണമെന്നും ഇവനറിയാം. അപ്പൊ സഹോദരങ്ങളെ, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത, റസൂലിന് പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, താബീങ്ങൾക്ക് പരിചയമില്ലാത്ത, തബഉ താബീങ്ങൾക്ക് പരിചയമില്ലാത്ത, ഇമാമിങ്ങൾക്ക് പരിചയമില്ലാത്ത ഈ സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞ ഈ സാധനത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാനാണ് ഈ 10,000-കണക്കിന് മുത്തുമണികൾ ഒഴുകണ കോലം കണ്ടോ നിങ്ങൾ. കണ്ടില്ലേ, ഇത് പൂരപ്പറമ്പിൽ തേരാപ്പാര നടക്കല്ല. തങ്ങളുപ്പാപ്പാന്റെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിലോട് പങ്കെടുത്തിട്ട് അതിന് ഫضല് ഭാരി കൂട്ടിയിട്ട് ഇങ്ങനെ സ്വർഗത്തേക്ക് ഇങ്ങനെ മണ്ടിക്കയറാൻ വേണ്ടി മുത്തുമണികൾ തേരാപ്പാര നടക്കുകയാണ്. സഹോദരങ്ങളെ, ഈ രണ്ട് കാര്യത്തുമ്പോഴാണ് സമസ്തക്കാർ മൂക്കും കുത്തി വീഴല്. രണ്ട് കാര്യം നോക്കിയിട്ട്, എന്ത് ആളുകൾ നല്ലോണം കൂടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടും അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടും. ഇതാണ് ഒരുത്തൻ മഹാനാണോ വലിയാണോ വലിയ പോരിശയാക്കപ്പെട്ട ആളാണോ എന്ന് തീരുമാനിക്കാൻ ഈ സമസ്തയുടെ ആളുകൾക്കുള്ള മാനദണ്ഡം. എന്ത് ആള് നല്ലോണം കൂടുണ്ടോ അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ടോ. ഇതിനെക്കുറിച്ചാണ് മുകളിൽ നേരത്തെ പറഞ്ഞത്. എന്ത് ഞാനൊരു അഹങ്കാരം പറയട്ടെ, തീരെ അഹങ്കാരമില്ലാത്ത ആളാണ് ഞാൻ, എന്നാലും ഒരു അഹങ്കാരം പറയട്ടെ, ഇത്ര ആളുകൾ പങ്കെടുക്കണ മജ്‌ലിസ് ഇന്ത്യയിൽ വേറുണ്ടോ എന്നാ കേട്ടോ. നമുക്ക് ഇതിനേക്കാളും ആളുകൾ പങ്കെടുത്ത മജ്‌ലിസ് ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. വാഹന സൗകര്യം ഇത്ര വിപുലമല്ലാതിരുന്ന കാലഘട്ടത്തില്, ബസ് സർവീസ് ഇത്ര വിപുലമല്ലാതിരുന്ന കാലഘട്ടത്തില് ഇതിനേക്കാളും ആളുകൾ കൂടിയിരുന്ന, സ്പെഷ്യൽ ബസ് സർവീസ് നടത്തിയിരുന്ന വലിയ വലിയ പോലീസിയാക്കപ്പെട്ട ആളുകളൊക്കെ ഈ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആരാതാള്? നിങ്ങളെ കൊടുത്തപ്പെട്ട വേറൊരുത്തൻ തന്നെ പറയട്ടെ. വലിയൊരു അവസരത്തിൽ ഈ കന്നാസ് മുഴുവൻ തീർന്ന ഒരു 8 കൊല്ലം മുമ്പ് താനൂരിലേക്ക് അഡീഷണൽ ബസ് സർവീസ് ഉണ്ടായി. ആ മലപ്പുറം ജില്ലയിലേക്ക് പെണ്ണുങ്ങൾ മുഴുവൻ നേരം വെളുത്താൽ അങ്ങോട്ട്, നേരം വെളുത്ത് ഇപ്പോഴുണ്ട്, ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്, ഞാൻ വിശദീകരിക്കണില്ല. അതൊക്കെ ആരോഗ്യകരമല്ലാത്ത ചികിത്സകളാകുന്നു. ചില പ്രദേശങ്ങളിലൊക്കെ ബസ് ഇങ്ങനെ ഫുൾ ലോഡ് വന്നിട്ട് ചിലടത്ത് വന്ന് ഇറക്കി പോകുന്ന ചില സിദ്ധപ്പണികൾ ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അതത്ര നല്ല ഒരു ഏർപ്പാടൊന്നുമല്ല. അതിൽ വലിയ വിഷയം എന്താണെന്നറിയോ ഉണ്ടായത്? ഇങ്ങനെ ഊതി വെള്ള ഊതി കൊടുത്ത് ഈ കന്നാസ് നിറച്ചു കൊണ്ടുപോയി ചാപ്പനങ്ങാടി, പരപ്പനങ്ങാടി, താനൂര്, തിരൂര്, വൈലത്തൂര്, കോട്ടക്കല്, അടുക്കള, ചട്ടിപ്പറമ്പ്, ആ ഭാഗത്തുള്ള മുഴുവനും പൊടി പിടിച്ച കന്നാസ് മുഴുവനും ഒക്കെ തീർന്നു. വെള്ളം കുത്തിന് ഊതി കൊടുക്കാൻ നേരം കിട്ടാഞ്ഞിട്ട് കിണറ്റിൽ ഊതി മുക്കിക്കൊണ്ടുപോകാൻ പറഞ്ഞു എന്നാ പറഞ്ഞു. മനസ്സിലായില്ല? അതറിഞ്ഞിട്ടില്ല നിങ്ങൾ? അവസാനം വിവരം കിട്ടിയത് മുറിച്ചിട്ടില്ലായിരുന്നു എന്നാ. തിരിഞ്ഞില്ല. ഷെയ്ഖുനാൻ്റെത് മുറിച്ചിട്ടില്ലായിരുന്നു, തിരിഞ്ഞില്ല. ഞാൻ ഇനി വിശദീകരിക്കണില്ല, എനിക്ക് പരിധിയുണ്ട്. തിരിഞ്ഞില്ലല്ലോ പ്രശ്നം. ഇനി എന്താ ബാവ അതിനേക്കാളൊരു പച്ച പറയല്? ഈ ഷെയ്ഖുനാൻ്റെത് മുറിച്ചിട്ടില്ല, മാർക്ക് കല്യാണം കഴിച്ചിട്ടില്ല, സാധനം നമ്മളാളല്ല. എന്നെ കാര്യം അന്തം കെട്ട ആറ്റക്കോയെ കേട്ടോ. ആറ്റക്കോയനെ താങ്ങി നടക്കുന്ന ഈ കൗമുണ്ടല്ലോ, ആള് കൂടുണ്ടോ അത്ഭുതങ്ങൾ കാണിക്കൊണ്ടോ. ഇതിനേക്കാളും കൂടുതൽ ആള് കൂടിയ സംഭവമാണ് 4 നൂറ്റാണ്ട് മുമ്പ്, 10-30 കൊല്ലം മുമ്പുണ്ടായ എൻ്റെ ഒക്കെ കുട്ടിക്കാലത്തുണ്ടായ സംഭവമാണ്. താനൂര് ഒരുത്തം പ്രത്യക്ഷപ്പെട്ടു. ആളങ്ങണ്ട് കൂടിയിട്ട് ഈ 10,000-കണക്കിന് ആളുകൾ അങ്ങോട്ട് ഒഴുകായിരുന്നു. ഇന്നത്തെ പോലെ വാഹന സൗകര്യം ഇല്ലായിരുന്നു. ഇതിന്റെ 100-1 പോലും വാഹന സൗകര്യം ഇല്ലായിരുന്നു. എന്നിട്ടും 10,000-കണക്കിന് ആളുകൾ ഒഴുകായിരുന്നു. അതിന്റെ വാലിൽ കെട്ടാൻ കൊള്ളൂല എന്ന ആറ്റക്കോയന്റെ മജ്‌ലിസ്. മനസ്സിലായോ? എന്നിട്ടോ താനൂര്, തിരൂര്, വൈലത്തൂര്, ചാപ്പനങ്ങാടി, പരപ്പനങ്ങാടി, കോട്ടക്കല്, ചട്ടിപ്പറമ്പ് പ്രദേശങ്ങളിൽ ഇത് വളരെ വിശാലമായ പ്രദേശങ്ങളാണ്. ഈ പ്രദേശത്തുള്ള പൊടി പിടിച്ചിറക്കണ കന്നാസ് മുഴുവൻ തീർന്നുപോയി. ഫ്രഷ് കന്നാസ് ചോദിച്ചിട്ട് കിട്ടിയിട്ട് ഗോഡൌണിൽ പൊടി പിടിച്ച് കിടക്കണ കന്നാസുകൾ വരെ തീർന്നുപോയി. എന്തിന്? ഈ ആത്മീയത വാരിക്കൂട്ടാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന സമസ്തയുടെ മുത്തുമണികളെ താനൂർ പാപ്പാന്റെ കയ്യിൽ നിന്ന് വെള്ളം മന്ത്രിച്ചിടാൻ വേണ്ടി കന്നാസ് തപ്പി നടന്നിട്ട് പൊടി പിടിച്ച കന്നാസൊക്കെ തീർന്നുപോയി. ഔലിയപ്പാപ്പ എത്ര വെച്ചിട്ട് ആളുകൾക്ക് ഈ 10,000-കണക്കിന് ആൾക്കാർക്ക് വെള്ളം മന്ത്രിച്ചെത്തി കൊടുക്കുക. അവസാനം ഔലിയപ്പാപ്പ എന്ത് ചെയ്തു? കിണറ്റിക്ക് ഒറ്റ ഊത്ത്, ഇങ്ങനെ ആ കിണറ്റിൽ നിന്ന് അങ്ങനെ വെള്ളം മുക്കി കൊണ്ടുപോയില്ലായിരുന്നു പരിപാടി. അവസാനം എന്ത് മനസ്സിലായി? മുറിച്ചിട്ടില്ലായിരുന്നു.
ഷെയ്ഖുനാന്റെ മുറിച്ചിട്ടില്ലായിരുന്നു. മനസ്സിലായി? സാധനം നമ്മളാളല്ല. സമസ്തന്റെ പെണ്ണുങ്ങൾക്ക് ഷെയ്ഖുനാന്റെ മുറിച്ചതാണോ തൊലിച്ചതാണോ നോക്കേണ്ട വല്ല കാര്യം ഉണ്ടോ? ഓൾക്ക് ആള് കണ്ടമാനം കൂടുന്നുണ്ടല്ലോ, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അത് നോക്കിയാ പോരെ? അതിന്റെ അടി ഷെയ്ഖുനാന്റെ മുറിച്ചതാണോ തൊലിച്ചതാണോ നോക്കാൻ ഓൽക്കൂടെ നേരം? സഹോദരങ്ങളെ, ഈ ദുരന്തം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കേരളത്തില് സമസ്ത രൂപീകൃതമായ അന്ന് തുടങ്ങിയതാ. ഇതിനൊരു അറ്റവുമില്ല, അവസാനവുമില്ല. ഇത് തടയാൻ പോലെ കൊണ്ട് കഴിയൂല. കാരണം ഏത് അലവലാതി ഇങ്ങനെ ഔലിയപ്പാപ്പാന്റെ വേഷം കെട്ടി വന്നാലും തങ്ങപ്പാപ്പാന്റെ വേഷം കെട്ടി വന്നാലും ആറ്റക്കോയ എന്ന് പേരിട്ടാലും ആറ്റാത്തക്കോയ എന്ന് പേരിട്ടാലും പൂക്കോയ എന്ന് പേരിട്ടാലും പൂക്കോത്തക്കോയ എന്ന് പേരിട്ടാലും മുത്തുക്കോയ എന്ന് പേരിട്ടാലും മുത്താത്തക്കോയ എന്ന് പേരിട്ടാലും ആ എന്ത് പേരിൽ ഏത് കോലത്തിൽ മുറിച്ചാലും വേണ്ടില്ല, തൊലിച്ചാലും വേണ്ടില്ല, തൊലിച്ചാത്തായാലും വേണ്ടില്ല, ഏത് കോലത്തിൽ വന്നാലും അവിടൊക്കെ ഓന്റെ മുമ്പ് പോയിട്ട് കുമ്പിട്ടിക്കാനും സുജൂദ് ചെയ്യാനും ഓന്റെ കാല് നക്കാനും സമസ്തന്റെ പെണ്ണുങ്ങൾ റെഡിയാണ്. ആരെത്തിച്ചോ ഈ അവസ്ഥയിലേക്ക് സമസ്തന്റെ പെണ്ണുങ്ങളെ? ആരെത്തിച്ചു? കറാമത്തിലും പോരിശയിലും ഈ സമുദായത്തിലെ സ്ത്രീകളെ തളച്ചിട്ടത് ഈ സമസ്ത എന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനമാണ്, ഈ മൂരാച്ചി പ്രസ്ഥാനം. മനസ്സിലായോ? നിങ്ങൾ നിഷേധിക്കരുത്. ഈ സമസ്ത എന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനം ചാരി വെച്ചു കൊടുത്ത ഏണിയിൽ ചവിട്ടിക്കയറിയാണ് സമസ്തയുടെ സ്ത്രീകൾ മുഴുവനും ഈ ദുരന്തത്തിൽപ്പെട്ടത്. ഇപ്പൊ എന്നിട്ട് പദം പറഞ്ഞ് കയറിയാണ് സത്താർ ബന്ധുവിനെ പോലത്തെ ആൾക്കാര് ഇതിന്റെ ദുരന്തം പറഞ്ഞ് കയറിയാണ്. കേട്ടോളി. നമ്മുടെ ഞാൻ അറിയുന്ന, ഒരു പക്ഷേ ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾ പലരും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ ജോലി ചെയ്യുന്ന മഹലിലെ ഒരു സഹോദരി അദ്ദേഹത്തിന് വിളിക്കുകയാണ്. ആ സഹോദരി അദ്ദേഹത്തിന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഉസ്താദേ, ആരോടും പറയാൻ വയ്യ, കുടുംബത്തിൽ പറയാൻ വയ്യ, അയൽവാസികളോട് പറയാൻ വയ്യ, ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണം. എന്താണ്? ഉമ്മ കുറച്ച് ദിവസമായിട്ട് ഒരുതരം മാനസികമായ പ്രശ്നമെന്നോ അല്ലെങ്കിൽ ആള് വയലന്റ് ആയിട്ട് സംസാരിക്കുന്നോ എന്തോന്നറിയില്ല, ഉമ്മക്ക് ഒരു തങ്ങളോടുള്ള ഭ്രമം വല്ലാതെ അങ്ങോട്ട് കൂടിയിട്ട് ഉമ്മ പറയാം, എനിക്ക് പുതിയ തുണി കുപ്പ എടുത്ത് തരണം, ഡ്രസ്സ് എടുത്ത് തരണം, കുറച്ച് കാശ് വേണം, ഞാൻ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒരു തരം മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ മാനസിക വിഭ്രാന്തി? അതിങ്ങനെ ഇത് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ഓൺലൈൻ പരിപാടി കണ്ടുകൊണ്ടിരിക്കലാണ്. ഇപ്പൊ ഉമ്മ അതിനുണ്ട് അഡിക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഈ അഡിക്റ്റ് ആയത് മാത്രമല്ല, ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളോടൊക്കെ കാശ് ചോദിക്കുക, എനിക്ക് പുതിയ ഡ്രസ്സ് വേണം, ഞാൻ പെട്ടെന്ന് തങ്ങളെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഉസ്താദ് എന്താ പറഞ്ഞിട്ട് നിങ്ങൾ മുഷാവറക്ക് എത്തുകൊടുക്കുന്നോ? ഉസ്താദ് പറഞ്ഞു, തൽക്കാലം ഫോണൊക്കെ ഒന്ന് വാങ്ങിക്കാൻ പറ്റും നോക്ക്. ആ ഫോൺ വാങ്ങി വെക്ക്, ഈ കാണലെന്ന് കുറച്ചാൽ തന്നെ കുറെ ഭ്രാന്ത് കുറയും. ആ ഫോൺ വാങ്ങി വെക്കാൻ വേണ്ടി പറഞ്ഞു. ഫോൺ വാങ്ങി വെച്ചപ്പോ ഈ സഹോദരി വയലന്റ് ആകുക, വയലന്റ് അക്രമോത്സുകമായിട്ട് പെരുമാറുക. അക്രമോത്സുകമായിട്ട് പെരുമാറുന്ന ഇതിന്റെ ഒക്കെ ഒരു സമനില തെറ്റുന്ന സ്വഭാവത്തിലേക്ക് എത്തിയപ്പോൾ ഇതിനെ വേറൊരു മകളുടെ വീട്ടിലേക്ക് മാറ്റി. കാരണം അയൽവാസികളൊക്കെ അറിഞ്ഞാൽ അതിൻ്റെതായൊരു അപമാനഭാരം ഉണ്ടല്ലോ. അങ്ങനെ വീണ്ടും ഇതിങ്ങനെ രൂക്ഷമാകുന്നു. ഫോണ് കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നു കണ്ടപ്പോ വീണ്ടും ഉസ്താദിനെ വിളിച്ചു. ഉസ്താദ് ഇതുകൊണ്ടൊന്നും പരിഹാരമാകുന്നില്ല. പെരിന്തൽമണ്ണയിലെ പ്രമുഖനായ ഒരു ഡോക്ടർ നമ്പർ കൊടുത്തു. ആ ഡോക്ടറെ ഈ സഹോദരിയുടെ ഈ മകൾ വിളിച്ചു, ഫോണിൽ വിളിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർ തിരിച്ചു ചോദിച്ചത് എന്താണെന്ന് അറിയോ? ഇത് അറിവിൻ നിലാവാണോ അതോ നൂറെ ഹബീബാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ ആലോചിക്കണം, പെരിന്തൽമണ്ണയിലെ ഡോക്ടറാണ്. ഡോക്ടർ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ളവരായിരിക്കും. ഈ സംഭവം പറഞ്ഞ ഉടനെ ഡോക്ടർ തിരിച്ചു ചോദിച്ച ചോദ്യം ഇതാണ്, ഇത് അറിവിൻ നിലാവാണോ നൂറെ ഹബീബാണോ? മോള് പറഞ്ഞു ഇത് നൂറെ ഹബീബാണ്. എന്നാ നാളെ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നു. നാളെ വരാൻ വേണ്ടി പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞ് ആവശ്യമായ ഉപദേശം കൊടുത്ത് ഡോക്ടർ തിരിച്ചു അയച്ചപ്പോ ഈ മോളോട് പറഞ്ഞത്രേ, നൂറെ ഹബീബിന്റെ നമ്പറിൽപ്പെട്ട 10ാമത്തെ ആളാണ് നിങ്ങൾ ഉമ്മ. ഇതൊക്കെ കണ്ടും അനുഭവിച്ചു. ഞാനിപ്പോൾ ഇതൊരു പൊതുവേദി ആയതുകൊണ്ട് ഇത്രേ പറയുന്നുള്ളൂ. ഇതിനേക്കാൾ മസാല ചേർത്ത് പറയാൻ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഒരാളെ അപമാനിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊന്നും മോശമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടില്ല. പക്ഷെ ഏത് കാര്യമാണെങ്കിലും അതിൻ്റെ ഒക്കെ ഒരു നേരും നെറിയും തിരിച്ചറിയാതെ എന്തിനും കയറി തൂങ്ങുന്ന, എന്തിനും താങ്ങി നടക്കുന്ന ഒരു വൃത്തികേട്ടിലേക്കൊന്നും നമ്മൾ ആളുകൾ പോകാൻ പാടില്ല. അത് ഗൗരവത്തിൽ തിരിച്ചറിയണം. ഇവിടെ തങ്ങന്മാരില്ലാത്തൊരു ദാരിദ്ര്യം കേരളത്തിലെ മുസ്ലിങ്ങൾ അനുഭവിക്കണില്ല. ദുആ ചെയ്തു തരാനോ ആത്മീയമായ നേതൃത്വം കൊടുക്കാനോ ആളില്ലാത്തൊരു ദാരിദ്ര്യാവസ്ഥയിലൊന്നും അല്ല നമ്മളുള്ളത്. ആളെണ്ണം കൂടിയ പ്രശ്നമുള്ളൂ. അതിനിടയിലാണ് ഇങ്ങനെയുള്ള വളരെ അപകടകരമായ തലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ അതിനൊന്നും അനാവശ്യമായ കയ്യൊപ്പ് ചാർത്തി കൊടുക്കാതെ വളരെ ഗൗരവത്തിൽ ഇത്തരം വിഷയങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും.
ഇതിനൊന്നിപ്പോ സമസ്ത മുഷാവർ എന്താ തീരുമാനിക്കും? ഈ ജാതി മാനസിക രോഗത്തിന് സമസ്ത മുഷാവർ ഉള്ള പണിയാ? അതൊക്കെ സാമാന്യ ബോധമുള്ള ആർക്കും തിരിച്ചറിയാവുന്നതും പ്രതിവിധി കണ്ടെത്താവുന്നതുമാണ്. അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നല്ലാതെ ഇത്തരത്തിലുള്ള അപകടകരമായ സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടാൽ നമ്മുടെ സമൂഹം ദുഷിച്ചു പോകും. സഹോദരങ്ങളെ, ഇത് ഞാൻ വിശദീകരിക്കണം. ഇനി സമസ്തയുടെ പെണ്ണുങ്ങൾ എത്തിപ്പെട്ട ദുരന്താണത്. ഇതുപോലെയുള്ള ആറ്റക്കോയമാരുടെ മായാവലയത്തിൽ കുടുങ്ങി, അവരുടെ കെണിയിൽ കുടുങ്ങി, സമ്പത്തും അഭിമാനവും കുടുംബവും നഷ്ടപ്പെട്ട എത്രയെത്ര ആളുകൾ കേരളത്തിലുണ്ടെന്ന് അറിയോ? സമസ്തന്റെ കൂട്ടത്തില് ഗതികേടുകൊണ്ട് പറഞ്ഞതാ സത്താർ വന്തല്ലൂർ. ഇതൊക്കെ എന്താ പറഞ്ഞത്? തങ്ങപ്പാപ്പനെ കാണാൻ വേണ്ടി പോകുന്നേ, പൈസ എടുത്തിട്ട്, എന്നിട്ട് മൊബൈൽ വാങ്ങിച്ചിട്ട് വയലന്റായി. അവസാനം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോ ഡോക്ടർ ചോദിച്ചല്ലോ, ഇതിപ്പോ ഈ ശരീരത്തിൽ കയറിയ ബാധ ഏതാ? ഇത് അർവിൻ നിലാവാണോ നൂറെ ഹബീബാണോ? അതല്ലപ്പോ നിലനിൽക്കുന്ന രണ്ട് ബാധകള്, രണ്ട് യക്ഷികള്. ഈ ഹൈന്ദവ സൊസൈറ്റിയിലൊക്കെ ബാധ കയറി കഴിഞ്ഞാൽ ഈ പണിക്കന്മാരത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുമല്ലോ, ഇതിപ്പോ എന്താ ശരീരത്തിൽ കയറിയിട്ടുള്ളത്, വടയക്ഷിയാണോ പനയക്ഷിയാണോ എന്ന് ചോദിച്ച മാതിരിയാണ്. ഇത് നൂറെ ഹബീബാണോ അതോ അർവിൻ നിലാവാണോ? എങ്ങനെയാണോ ഈ യക്ഷികളൊക്കെ എങ്ങനെ കൗമിന്റെ മേൽ തന്നെ കയറിയത്? എന്താ ഇതിന് കാരണം? അതിക്ക് ഞാൻ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് സാധാരണക്കാരായ സ്ത്രീകൾ ഇത്തരം ആറ്റക്കോയമാരുടെ മായാവലയത്തിൽ, ഇത്തരം അറിവിൻ നിലാവിന്റെ മായാവലയത്തിൽ പെട്ടുപോയി സമ്പത്തും ചാരിത്രവും കുടുംബവുമെല്ലാം തകരുന്നത്? എന്തുകൊണ്ട്? ആരാണ് അതിന് കാരണം? ആരെ കണ്ടുകൊണ്ടാണ് ഇവർ ഇത്തരം ചതിക്കുഴികളിൽ പെടുന്നത്? ആരാണ് ഇവർക്ക് പ്രോത്സാഹനം നൽകുന്നത്? അത് ഇൻഷാ അല്ലാഹ് പറയാം. അതിന് മുമ്പ് ഇതുപോലെയുള്ള ഈ കള്ളന്മാരുണ്ടല്ലോ, ഈ ആത്മീയ ചികിത്സകൾ, ഈ ആത്മീയ മജ്ലിസുകൾ നടത്തുന്ന, കപട ആത്മീയ മജ്ലിസുകൾ നടത്തുന്ന കള്ളന്മാരുണ്ടല്ലോ, ഈ കള്ളന്മാരെ കൊണ്ട് സമസ്ത പൊറുതിമുട്ടിയിട്ടുണ്ട്. കാരണം ഇവരെ കയ്യിൽ നിൽക്കുന്നില്ല. ഇപ്പത് അനുയായികൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ കയ്യിൽ നിന്ന്. അതിന്റെ നിയന്ത്രണം ഇവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ പോക്കറ്റിലും ഇതുപോലെയുള്ള ആറ്റക്കോയമാരും ഓരോ തങ്ങന്മാരും ബീവിമാരും ആത്മീയ തട്ടിപ്പുകാരും കിടന്ന് വിലസുകയാണ്. അതുകൊണ്ട് സമസ്തന്റെ മൊല്ലമാർക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് നേട്ടമില്ല, സമസ്തക്കും നേട്ടമല്ല. അവരെ കയ്യിൽ നിന്ന് ഈ കൗമ് പോയി. അപ്പൊ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വലിയ ഹോജ ജിഫ്രിക്കോയനെ ചോദിക്കട്ടെ, കേട്ടോളി. സമസ്ത എന്ത് വന്നാലും സമസ്ത എന്താ അതിനെപ്പറ്റി പറയാത്ത? അതിനെപ്പറ്റി അത് പറയേണ്ടത് പറയും, ആലോചിച്ച് പറയും. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു ധൃതിയിലൊരു സംഗതിനെ പറ്റി പറയാം. എന്തിനായി പോയി കൂടാൻ നിൽക്കണമെന്നാണ് ചോദിക്കണത്. അതിന് തന്നെ ഈ പോയി കൂടണ്ടല്ലോ ഇജാതി കള്ളന്മാരൊപ്പം. എന്നിട്ട് പറയാം എന്താ സമസ്ത പറയാത്ത? ഇത് ജിഫ്രിക്കോയ ആത്മീയ തട്ടിപ്പുകാരെ കുറിച്ച് മൊത്തത്തിലാണ് പറഞ്ഞതാ. എന്താ എന്ത് വന്നാലും സമസ്ത എന്താ പറയാത്തത്, സമസ്ത എന്താ പറയാത്തത് എന്ന് ആൾക്കാർ ചോദിക്കണേന്ന്. പിന്നെ ചോദിക്കൂലേ? ഈ സമുദായത്തിന്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്ത പ്രസ്ഥാനല്ലേ സമസ്ത, അല്ലേ? സമസ്തനോടല്ല ആൾക്കാർ ചോദിക്കുക, നിങ്ങളെ കൗമാരോടെ ചോദിക്കുക. പിന്നെ വഹാബികൾ എന്താ പറയാത്തുന്നോ? അതാ ചോദിക്കുക. സലഫികൾ എന്താ പറയാത്തെന്ന് ചോദിക്കുക നിങ്ങളെ കൗമ്. ഒരു നാട്ടിൽ ഒരു ആത്മീയ തട്ടിപ്പുകാരൻ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ സമസ്ത എന്താണ് ആ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവർ നോക്കും. സമസ്ത വിഷയത്തിൽ സപ്പോർട്ടാണോ നോക്കും. സപ്പോർട്ടാണെന്ന് ഒരു മനസ്സിലാക്കൽ എങ്ങനെയെന്നറിയോ? ഇത്തരത്തിലുള്ള പല ആത്മീയ തട്ടിപ്പുകാരുടെയും കൂടെ സമസ്തയുടെ ഉന്നതരായ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ടോ, അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അവർ ധൈര്യമായിട്ട് പിന്നാലെ കൂടും. അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഈ നൂറെ ഹബീബിനെ കുറിച്ചുള്ള സത്താർ പന്തല്ലൂർ പറഞ്ഞത്? ഈ നൂറെ ഹബീബിന്റെ ശല്യത്തിനെ കുറിച്ച് ആ ആറ്റക്കോയയുടെ കൂടെ ഈ പറഞ്ഞ ജിഫ്രീഖ് മുത്തുക്കോയ തങ്ങൾ വേദി പങ്കിട്ടിട്ടില്ലേ? ഇല്ലേ? കണ്ടോളി. കണ്ടില്ല സുഹൃത്തുക്കളെ? ഒരു മദ്രസയുടെ കട്ടില വെക്കല് ആറ്റക്കോയ, ആ മദ്രസ ഉദ്ഘാടനം മുത്തുക്കോയ. ഈ രണ്ട് കോയമാരാളുന്ന സമുദായത്തിന്റെ ശാപം. മുത്തുക്കോയ സമസ്തയെ തകർക്കുന്നു, ആറ്റക്കോയ സമുദായത്തെ തകർക്കുന്നു. രണ്ടും കൂടി ഒരു വേദിയിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അനുയായികൾ വല്ല കൂടെ നിൽക്കലിൽ വല്ല അത്ഭുതമുണ്ടോ? ആൾക്കാരെന്താ ചിന്തിക്കുക? നമ്മളെ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളും മൂപ്പരും പാടല്ലേ മദ്രസ ഉദ്ഘാടനത്തിന് വന്നത്? രണ്ടാളും പാടല്ലേ വേദിയിൽ പങ്കെടുത്തത്? പിന്നെ ആ ആറ്റക്കോയ തങ്ങളുടെ മജ്ലിസിലേക്ക് നമ്മളാണ് പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പം? എന്താ സത്താർ പന്തല്ലൂർ നേരത്തെ പറഞ്ഞത്? ഇത്തരം ആറ്റക്കോയമാരുടെ മജ്ലിസിൽ കുടുങ്ങി, അവരുടെ കെണിയിൽ കുടുങ്ങി തകർന്നു പോയ കുടുംബത്തിന്റെ ചരിത്രമാണ് നേരത്തെ വലിയ വായിൽ സത്താർ പന്തല്ലൂർ ആക്രോശിച്ചത്. സത്താർ പന്തല്ലൂർ പറയട്ടെ, നിങ്ങളുടെ കൗമ് ഈ ആറ്റക്കോയമാരുടെ കെണിയിൽ കുടുങ്ങുന്നതിന്റെ കാരണമാരാണ് നിങ്ങളുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലുള്ള ആളുകളാണ് ഇതിന് കാരണം. നിങ്ങൾക്ക് ഇത് നിഷേധിക്കാൻ കഴിയോ? നിങ്ങൾക്ക് കയ്യേകാൻ കഴിയോ? ഇതിന്
ഈ പാപക്കറയിൽ നിന്നും കൈ കഴുകാൻ നിങ്ങൾക്ക് കഴിയുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം മാറ്റക്കോയമാർക്ക് ഏടി വെച്ചു കൊടുക്കുന്നത് സമസ്തയുടെ നേതാക്കന്മാരാണ്. മനസ്സിലായോ? അങ്ങനെ ഉണ്ടാക്കി പൈസ ഓന് കോടാനുകോടി ഉണ്ടാക്കി, കോടാനുകോടി റുപ്യന്റെ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി. എത്രയോ ഓൻ്റെയൊക്കെ സമ്പാദ്യപ്പോ അല്ലേ? ഇതിങ്ങനെ കണ്ടപ്പോ ആറ്റക്കോയ പൈസ ഇങ്ങനെ വാരിക്കൂട്ടുന്നത് കണ്ടപ്പോ ആറ്റക്കോയന്റെ നേരെ അനിയൻ ഓന്റെ വേദിയിലുണ്ടാണ് ഒരുത്തനാണ്. ഓന് സ്വന്തമായിട്ടൊരു മജ്‌ലിസൊക്കെ തുടങ്ങിയിട്ട് സ്വന്തമായിട്ട് സമ്പാദ്യം ഉണ്ടാക്കാനുള്ള പൂതിക്ക് ഓനും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഇനി ഓന്റെ കറാമത്തൊന്ന് കേട്ടോളി. എന്റെ ഭർത്താവിന് കാലിന്റെ അടിയില്, കാലിന്റെ മുട്ട മുതല് ശരീരത്തില് ഫുള്ള് ചൊരിയാണ് തങ്ങളെ. അല്ലാഹുവേ, നിങ്ങളെ മജ്‌ലിസിൽ 2 തവണ വന്നിരുന്നു. നിങ്ങൾ ചേന കൊണ്ടൊരു ചികിത്സ ചെയ്തു. അൽഹംദുലില്ലാഹ്. എന്റെ ഭർത്താവിന്റെ ചൊറി അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകി അല്ലാഹു അനുഗ്രഹിച്ചു. ചൊല്ലിക്കൂളി ഒരു തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇത് പുതിയ അവതാരം. ആറ്റക്കോയന്റെ അനിയനാണ് ഇപ്പത്. ഓൻ കറാമത്ത് ഉണ്ടാക്കണം. ഓന്റെ മജ്‌ലിസിന്റെ കറാമത്ത് എന്താണ്? ഒരു മഹദി പറഞ്ഞു, ഒരു മുത്തുമണി പറഞ്ഞുണ്ട്, എന്റെ ഭർത്താവിന്റെ കാലിന്റെ മുട്ട് മുതൽ ശരീരമാസകലം ചൊറിയാണ് തങ്ങളുപ്പാപ്പാ. അങ്ങനെ ചേന കൊണ്ടൊരു ചികിത്സ പറഞ്ഞു കൊടുത്തു. എന്റെ ഭർത്താവിന്റെ ചൊറി മാറിക്കിട്ടി. ചൊറി മാറ്റാൻ പറ്റിയ സാധനമാണ് ചേന. എനിക്കെന്നോട് നായ്ക്കൊരനെ കൊടുത്തൂടെ? എന്നാ ഓന്റെ ചൊറിച്ചിലും ഓളെ കടച്ചിലും മാറിക്കിട്ടിരുന്നു ഒരേ സമയം തന്നെ. അപ്പൊ കറാമത്ത് എങ്ങനെ ഉണ്ടാക്കുകയാണ്? ഓരോരുത്തന്മാരും അവനവന്റെ കറാമത്ത് അങ്ങനെ, അവനവന്റെ മജ്‌ലിസിന്റെ കറാമത്ത് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പൊ മുക്കിമൂളി പറഞ്ഞൊപ്പിച്ചിട്ടും ഇത്രയൊക്കെ കറാമത്ത് പറഞ്ഞിട്ടും ഓനങ്ങോട്ട് പ്രോത്സാഹനം കിട്ടണില്ല. അതിന്റെ സങ്കടം പറയുന്നുണ്ട് ഓൻ. കേട്ടോളി. ഞാൻ ഫضലുകൾ ഇങ്ങനെ ഒരു മാഷാ അല്ലാഹ് എന്ന് പറയാൻ നമ്മളെ ഗ്രൂപ്പത്തെ അത്രയും ചെറുതായിട്ട് ഈ മജ്‌ലിസിനെ കാണുന്നത് നമ്മളെ എന്റെ മജ്‌ലിസിലുള്ള ആൾക്കാർ, ഗ്രൂപ്പിലുള്ളവർ മനസ്സിലാ, ഒരു മാഷാ അല്ലാഹ് എന്ന് പറയാൻ എത്ര ഗ്രൂപ്പൊക്കെ ഞാൻ ആ ഫضൽ കിട്ടി. നമ്മളെ കാമിയും പറഞ്ഞിട്ടാണ് നമ്മൾ അവർക്കൊക്കെ അല്ലാഹ് ഹൈറ് നൽകുന്നത്. ഞാൻ ശ്രദ്ധിച്ചു, നമ്മളെ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് നമ്മൾ എന്താക്കുന്നത്, നമ്മളെ മജ്‌ലിസിൽ വരാതെ നിൽക്കുന്നത്. അവര് ഒരു നല്ല ഫضൽ കിട്ടിയിട്ട് ചില ആളുകൾ മെയിൻറ്റ് പോലും ചെയ്യില്ല. നിങ്ങൾ ഇന്ത്യക്ക് ആമീൻ പറഞ്ഞു, എന്റെ ദുആ കൊണ്ടും ചികിത്സ കൊണ്ടൊക്കെ അല്ലാഹ് നിങ്ങൾ ആമീൻ കൊണ്ട് തരാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അറിയിച്ചു തരുന്നത്. നിങ്ങൾ ഒന്ന് പിന്നെ ആ ഗ്രൂപ്പില് ഒരു മാഷാ അല്ലാഹ് കാണുമ്പോൾ ഒരു ഹൈറല്ലേ. ചെറിയ മജ്‌ലിസാണ്, എനിക്കറിയാം, മറ്റുള്ളവരെ മജ്‌ലിസ് പോലെയല്ല. അല്ല ഇങ്ങനെ ആവൂല. ഇത്രയും ഫضൽ ശുഹദാക്കളും അള്ളാഹ് ഹബീബും തന്നിട്ട് പിന്നെ ശുഹദാക്കളും തന്നിട്ട് ഒരു മാഷാ അല്ലാഹ് പറയാൻ നിങ്ങളുടെ കയ്യിലെങ്കിലും യാത്ര കഷ്ടായിപ്പോയി. ഓ, എന്താ ഓന്റെ സങ്കടം? ഓൻ പറയാണ്, നമ്മൾ ഈ മജ്‌ലിസിന്റെ ഫضൽ കൊണ്ട് എത്ര ആളുകൾക്കാണ് നമ്മൾ ആമീൻ പറഞ്ഞിട്ട് അല്ല കാര്യം സാധിച്ചു കൊടുത്തത്. എന്നിട്ട് ഒരു മാഷാ അല്ലാഹ് പറയാൻ പോലും നിങ്ങൾ ആ ഒരു മെനക്കെടുന്നില്ലല്ലോ. വല്ലാത്ത സങ്കടം തന്നെയാണ്. കാരണം ഓനറിയാം കാക്ക പൈസ ഉണ്ടാക്കിയത് ആകെ ഈ മാഷാ അല്ലാഹ് കൊണ്ടാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, പുട്ടിന് തേകണ്ണ മരി ഇടക്കിടക്ക് ഇങ്ങനെ മാഷാ അല്ലാഹ്, അത് മാത്രമേ കാക്ക പഠിച്ചു വെച്ചിട്ടുള്ളൂ. മരിയൊക്കെ ഒരു ഫാത്തിഹ പോലും അതാൻ കാക്കാക്ക് അറിയില്ല. ആ ഒരൊറ്റ മാഷാ അല്ലാഹ് കൊണ്ടാണ് കാക്ക പൈസ മൈ ഉണ്ടാക്കിയത്. എന്നിട്ട് ആ മാഷാ അല്ലാഹ് നിങ്ങൾ പറയണില്ലല്ലോ, നമ്മൾ ആമീൻ പറഞ്ഞിട്ട് നമ്മളെ മജ്‌ലിസിന്റെ ഫضൽ കൊണ്ടല്ലേ നിങ്ങളെ കാര്യങ്ങളൊക്കെ അല്ലാഹ് നടത്തി തന്നത്. എങ്ങനെ ഉണ്ടാവും? ഈ ചില ലോക്കൽ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുമല്ലോ, ഞാനന്ന് ഒപ്പിട്ടെടുത്തോണ്ടാണ് ഞങ്ങൾക്ക് എനിക്ക് പഞ്ചായത്തിന് കോയിനെ കിട്ടിയത്, എന്നിട്ട് ഇതിനെ കാണുമ്പോൾ ഒന്നും മുണ്ടയച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ആ ഒരു നിലവാരം പോലും ഈ ഹംകാക്കില്ലല്ലോ. അതെന്റെ സങ്കടം. ഇതൊന്നല്ല അവന്റെ സങ്കടം, വലിയ വലിയ സങ്കടം പേരുണ്ട്. കേട്ടോളി. ഇതാണ് മനുഷ്യന്മാര്, കൂടപ്പുറപ്പും പാരകള്, അടിമന്മാരും പാരകളും നല്ല ഉണ്ട്. ഞങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇവിടെ ഞാൻ അറിയുപോലും. കുണ്ടോട്ട് ചെയ്ത ഒരു പെണ്ണുങ്ങൾ നല്ല പാരൊക്കെ ഉണ്ട്. കുണ്ടോട്ട് ചെയ്ത ഒരു പെണ്ണുങ്ങൾ ഞാൻ അറിയപ്പോലില്ല. ഭയങ്കര പാലൊക്കെ സ്റ്റാറ്റസ് വെച്ച പ്രശ്നം അങ്ങനെയൊക്കെ. എന്താണ് വിളിച്ചത്? കൂടപ്പുറപ്പിങ്ങള് അല്ലെങ്കിൽ തന്നെ അവരൊരു സ്ഥാനമില്ല. ഞാൻ വിലടിയില്ല, ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കണം. എന്നിട്ട് അവര് വേണ്ടാത്തത് വിളിച്ച് പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഓൽക്കിനോട് വൈരാഗ്യം വരില്ല. ഞാൻ വീട്ടിൽ എന്താ ചെയ്ത്? ഇത്രയൊക്കെയാണ് ജീവിതം. എന്താ കാട്ട? ഒറ്റപ്പെട്ടാൽ ഞാൻ ഒറ്റപ്പെട്ടിട്ടാ നിൽക്കണേ. ചികിത്സക്ക് വരുന്ന മുറിക്കുക, അതേപോലെ എന്താണ് സ്റ്റാറ്റസ് വെച്ച മജ്‌ലിസ് കുറച്ച് ആൾക്കാർ കൂടി. അപ്പൊ അതിലാരൊക്കെ വന്ന് നോക്കിയിട്ട് ഞാൻ പറയില്ല, ഞാൻ എന്താ ഞാൻ പറയാം, എല്ലാം ഉപദ്രവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാൻ ഞാൻ കുടുംബത്തിലേ ആവശ്യമില്ല. ഞാൻ സത്യം ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇത് ഒരു മാറ്റി നിർത്തല്ലാരും. അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ട് ഞാൻ ജീവിക്കണം. നമുക്കറിയാം, എല്ലാവരും ഒറ്റപ്പെടുത്തി, കുടുംബങ്ങളൊക്കെ ഒറ്റപ്പെടുത്തിയുള്ള ജീവിതം എന്റെ ജീവിതം. അങ്ങനെ ഒറ്റയായി ജീവിക്കണം. അതിലും പാരവെക്കുന്ന ആൾക്കാർ. വല്ലാത്തൊരവസ്ഥ തന്നെ പാവത്തിൻ്റെത്. ഒരുത്തും വയറിളക്കം പറയാൻ വേണ്ടി വൈദ്യരെടുത്ത് പോയപ്പോൾ വൈദ്യര് കക്കൂസിൽ ഇരുന്ന് കണ്ട് വയറിളക്കി കണ്ട് ഛർദ്ദിക്കണമായിരുന്നു എന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ അവൻ്റെ അവസ്ഥ. കൂടപ്പറപ്പികളും മുത്തുമണികളും ഈ കൗമൊക്കെ പാടെ ലൈവിൽ വരുന്നത് എന്തിനാണ്? ഓരോ സങ്കടം പറയാന്.
പല പ്രശ്നങ്ങൾ പറയാൻ തങ്ങപ്പാപ്പാ എൻ്റെ മരുവൾ അങ്ങനെ പ്രശ്നമാണ്, എൻ്റെ അമ്മായിമ്മ അങ്ങനെ പ്രശ്നമാണ്, നാത്തു അങ്ങനെ പ്രശ്നമാണ്, മോൻ ഇങ്ങനെ പ്രശ്നമാണ്, അയൽവക്കക്കാർ ഇങ്ങനെ പ്രശ്നമാണ്. ഈ പ്രശ്നം പറയാനാണ് പലപ്പോഴും പലയിടത്തേക്ക് വരുന്നത്. അപ്പം നോക്കുമ്പോൾ ഇവന് പ്രശ്നം കൊണ്ട് പ്രശ്നം. ഇവന് ചെറിയ പ്രശ്നമൊന്നുമല്ല. കൂടപ്പുറപ്പികൾ പാര, അഡ്മിന്മാർ പാര, കുണ്ടോട്ടിയുള്ള പിന്നെ വേറെ ഏതൊരു പെണ്ണുങ്ങൾ ഒരു പാര. അല്ലെങ്കിൽ തന്നെ ഓനക്കൊരു സ്ഥാനമില്ല, ഒരു നിലയും വരില്ല, പക്ക വേസ്റ്റ്. ഈ വക വേസ്റ്റുകളുള്ള സമുദായം തലയിലേക്ക് നടക്കല്. ഓനെ ഒറ്റപ്പെടുത്തിക്കാണ്, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിക്കാണ്, മൊത്തത്തിൽ ഒറ്റപ്പെടുത്തിക്കാണ്. ഒരു സങ്കടത്തിന്റെ ഒരു ബാണ്ടക്കെട്ടാണ് ഇപ്പം. എന്നിട്ട് ഇപ്പൻ്റെ അടുത്തേക്കാണ് ആൾക്കാർ വന്ന് സങ്കടം പറയണത്. എങ്ങനെ ഉണ്ടാവും? മുഖക്കുരു വന്ന് മൂലക്കുരുവിനോട് സങ്കടം പറഞ്ഞ മാതിരിയാണ് ഇപ്പത്. മുഖക്കുരു വന്നിട്ട് പറയണേ ഞാൻ എൻ്റെ മുഖത്തിന് മൂലക്ക് അങ്ങനെ നിൽക്കുകയാണ്, എന്നോട് എന്നെ ഒറ്റപ്പെടുത്താണ്, എന്നെ അവിടുന്ന് തുരത്തി ഓടിക്കാൻ ശ്രമിക്കുകയാണ്, എന്നെ അവിടുന്ന് എങ്ങനെയെങ്കിലും നുള്ളിപ്പറിച്ച് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് മൂലക്കുരുവിനോട്. അപ്പൊ മൂലക്കുരു പറയാം എൻ്റെ അവസ്ഥ അതിനെക്കാട്ടും പരിതാപകരാണ്. ഒന്നുമില്ലെങ്കിൽ ഓൻ്റെ മുഖത്തല്ല നിൽക്കുന്നത്, ഞാൻ അതിനെക്കാട്ടും വൃത്തികെട്ട സ്ഥലത്താണ് നിൽക്കുന്നത്, എന്നിട്ട് എന്നെ ഒഴിവാക്കാൻ നിൽക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. എന്നിട്ടും ഇപ്പം പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. മുത്തുമണികളെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവനും നിലനിൽപ്പ് വേണ്ടേ, ഇവൻ്റെ മജ്‌ലിസും വിജയിക്കണ്ടേ. അപ്പൊ ഇന്ന് വരെ ആരും കേട്ടിട്ടില്ലാത്ത കറാമത്തുകൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കണേ. കേട്ടോളി. എന്റെ ശരീരത്തിൽ ശുഹദാക്കളെ കണ്ടവര് എന്റെ കൈയൊന്നിച്ചാണേ, ഇതിലുള്ളവർ കൈയൊന്നിച്ചാണേ. ഞാൻ പറഞ്ഞ എന്റെ ശരീരത്തിൽ ശുഹദാക്കളെ കണ്ടവരുണ്ട്, കൈയൊന്നിച്ചാണേ. എന്റെ റംലത്താത്തുണ്ട്, കുറെ ആൾക്കാരുണ്ട്. അറിയാം, ഞാൻ കേസ് എടുക്കുമ്പോ ഞാൻ ഫാത്തിമ കണ്ടിട്ടുണ്ട്, കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. കേരളത്ത് AR അതൊക്കെ ഔലിയാക്കന്മാരെ ആൾക്കാരാ, മനസ്സിലായോ? സിൽസബിയിൽ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ കണ്ടതാണ്, മനസ്സിലായോ? കേസെടുക്കുമ്പോ അല്ലാഹിയാണ് സത്യം, എന്റെ ശരീരത്തിൽ അവര്, എന്റെ മുഖത്ത്, എന്റെ ഫേസിൽ അവരെ കാണാൻ കഴിയും. ഇപ്പൊ ഈ റംലത്ത് മിന്നാന്ന് കഴിഞ്ഞ വ്യാഴ്ച അവരെ കണ്ടു. ബാത്തുഷാ എന്നെ ഉപദ്രവിക്കരുത് ബാത്തുഷാ. എന്താ കറാമത്ത്? എന്റെ ശരീരത്തിൽ ശ്രോതാക്കളെ കണ്ട ആൾക്കാരുടെ കയ്യൊന്തിക്ക് ലൈവിലെ ആ റംലത്താത്ത കണ്ടിട്ടുണ്ട്, ബാദുഷ കണ്ടിട്ടുണ്ട്, ഇവരൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണ് ഇവന്റെ മുഖത്തും ഇവന്റെ ശരീരത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ ശ്രോതാക്കൾ വണ്ടിപ്പാഞ്ഞ് നടക്കുകയാണ്. കുറെ ശ്രോതാക്കൾ അവന്റെ കയ്യുമ തൂങ്ങണം, കുറെ ശ്രോതാക്കൾ അവന്റെ മൂക്കിന്റെ ഉള്ളിൽ, കുറെ ശ്രോതാക്കൾ അവന്റെ ചെവിമ തൂങ്ങിക്കെടുക്കണ്, കുറെ ശ്രോതാക്കൾ അവന്റെ ട്രൗസറിന്റെ പോക്കറ്റ്. ഞാൻ പറയണില്ല ഇനി വേറെ. എന്താണ് ഈ ഹംക്കിങ്ങൾ ഈ പറയണത്? എനിക്ക് മനസ്സിലാവണില്ലത്. ഇത്ര തലച്ചോറില്ലാത്തൊരു കൗമ് ഈ സമസ്തന്റെ അനുയായികളെ പോലെ ഇവന്റെയൊക്കെ ലൈവിൽ വന്നിട്ട് ചിറിയും തോളിട്ടിക്കണ ഈ കൗമുണ്ടല്ല, ആണായിട്ടും പെണ്ണായിട്ടും. ഇതുപോലെ തലച്ചോറില്ലാത്തൊരു കൗമ് ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവോ സഹോദരങ്ങള്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. ഇവിടെ ഏത് അണ്ടനും അടകോടനും അലവരാതിക്കും ഈ സമസ്തന്റെ പ്ലാറ്റ്ഫോമിൽ കിടന്നിട്ട് ഈ സമുദായത്തിനെ വഞ്ചിച്ചൂടെ? അത്രയും പൊട്ടന്മാരല്ലേ ഈ സമസ്തന്റെ കൗമ്. ഇവന്മാർക്കറിയാം എന്ത് പറഞ്ഞാലും ഈ കൗമ അണ്ണാക്ക് തൊടാതെ മുടങ്ങിക്കോളും. തലച്ചോറ സാധനം, അതിന്റെ ഫോട്ടോ സ്റ്റാറ്റും കൂടെ പോലെ തലൻ്റെ ഉള്ളിലില്ലാന്ന് എനിക്കറിയാം. ഈ ഏട്ടനും അഞ്ചനും ഈ ആറ്റക്കോയമാർക്കും ആറ്റാത്ത കോയമാർക്കും ഒക്കെ അറിയാം. ഒരു മനസ്സിലാക്കിയിട്ടുണ്ട് സമുദായത്തിന്റെ പൾസ്, സമസ്തന്റെ കൗമിന്റെ പൾസ് ഒരു മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയാൻ ചേനോണ്ട് ചൊറി മാറ്റി റംലത്താത്തന്റെ മൂത്ത് ശ്രോതാക്കളെ കണ്ടു, കഴിഞ്ഞിട്ടില്ല. ഇനി കാക്ക കൊടിമരം വെച്ച് കായ് ഉണ്ടാക്കിയല്ലോ, അപ്പൊ ഇവനും വേണം കൊടിമരം. ഇവൻ തന്നെ പറട്ടെ, കൊടിമരം പലയിടത്തുണ്ട്. ഇതൊക്കെ അവിടെ മാത്രം കൊടുക്കുന്നവർക്ക് പൊള്ളല്. പണം കൊടുക്കുന്ന ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് പണം കൊടുക്കുന്ന ആളുകൾക്ക് പ്രശ്നമില്ല, പിന്നെ മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? ഒരു പേടിയിൽ എന്തിനാണ് പിന്നെ ഈ എന്താണ് ഒരു പേടിയിൽ എന്ത് പേടിക്കണം? ഒരു പേടിയില്ല. ഞാൻ വെക്കും, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു ഖൈറാക്കട്ടെ. നല്ല രീതിയിൽ വെച്ചോളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചൊല്ലിക്കോളിയം ദിക്ർ ചൊല്ലുക, ജദ്ദിദൂ ഈമാനക്കും. കൊടിമരം പലയിടത്തുണ്ട്. അവിടൊക്കെ ഈ തലച്ചോറില്ലാത്ത കൗമ കൊണ്ടുപോയി പൈസ ഇടുന്നുണ്ട്. അപ്പൊ കാക്കാന്റെ അടുത്ത് മാത്രമല്ല, എല്ലായിടത്തും കൊടിമരം. ഞാനും വെക്കും കൊടിമരം. പൈസ കിട്ടില്ല വേണ്ടത്. ഇതിന് കൊടിമരം വെക്കണ്ട, ഒരു ഷെഡിമരം വെച്ചാളാ. ട്രൗസർ ഊരിട്ട് ഒരു ബടിക്കുമ്പം ഇങ്ങനെ നാട്ടി വെച്ചാളാ. അവിടെ ഈ കൗമൊന്നും കണ്ട് മുത്തി മണത്തോളും, അതിട്ട് വെള്ളം കുടിച്ചോളും, പൈസ ഇട്ടോളും. കൗമിന് അത്രക്കുള്ള ബോധമല്ലേ ഉള്ളൂ. കാക്കാന്റെയൊക്കെ കൊടിമരാണെങ്കിൽ അന്റെയൊക്കെ ഷെഡിമരം ആയിക്കോട്ടെ, ഒരു മാറ്റം ഉണ്ടായിക്കോട്ടെ. ചിലപ്പോൾ കാക്കാന്റെക്കാട്ടും പൈസ ആ ഷെഡിമരത്തിന്റെ മുകളിൽ പോകും. അങ്ങനത്തെ ഒരു വൃത്തികെട്ട കൗമല്ലേ ഇവന്റെ മജ്‌ലിസിലും ഇവനെ പോലത്തെ ഉള്ള ആൾക്കാരെ മജ്‌ലിസിലും ഈ കൊടിമരത്തിന്റെ ചോട്ടിലും വലം വെക്കണത് അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, പിന്നെ ആൾക്കാർക്ക് ഒരു ചോദ്യം, എന്ത് ആരാണ് ഇപ്പൊ ഇവന് ഇതിന് ലൈസൻസ് കൊടുത്തത്? ഇവന് പോയി മജ്‌ലിസ് നടത്താനും ഈ വക കറാമത്ത് പറയാനും. അപ്പോൾ പറയണ്ടേ കാക്ക തന്നെയാണ് എനിക്ക് ഇജാസത്ത് തന്നത്. കേട്ടോളി. സയ്യിദാമിദാറ്റക്കോയ തങ്ങളാണ് എനിക്ക് ഫസ്റ്റ് ഇജാസത്ത് തന്നത്. ആർക്കറിയുണ്ട്? ചോദിച്ചോക്കാനും പോയിട്ട് എന്നെ ഗൂഡല്ലൂര് ഫസ്റ്റ് ഇജാസത്ത് തന്നിട്ട് എന്നെ ഗൂഡല്ലൂര് ഇരുത്തിയത് സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ പാക്കയാണ് എനിക്ക് ഫസ്റ്റ് ഇജാസത്ത് തന്നത്. ചോദിച്ചോക്കാൻ പോയിട്ട് എന്നെ ഗൂഡല്ലൂര് ഫസ്റ്റ് ചികിത്സക്ക് ഇരുത്തിയത്. വല്ലാഹി ഈ മജ്‌ലിസിലിരുന്നിട്ട് നിയ്യത്ത് വെച്ച് ഞാൻ പറയാം. അപ്പൊ ചോദിച്ചാക്കാൻ പോയിട്ട് എന്നെ ഫസ്റ്റായി എന്നെ ഗൂഡല്ലൂര് എന്നെ ചികിത്സക്ക് ഇരുത്തിയത് ആരറിയോ? സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളെ ഇജാസത്ത് പ്രകാരമാണ് ഞാൻ ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് ഗൂഡല്ലൂര് ചികിത്സക്ക് ഇരിക്കുന്നത്.
ഇവനെ ഗൂഡല്ലൂർ കൊണ്ട് ചികിത്സക്ക് ഇരുത്തിയിട്ട് ഇവന് ഇജാസത്ത് കൊടുത്തത് ഇവന്റെ കാക്കയാണ്. ഹാമിദാറ്റ കോയത്തങ്ങളാണ്. ഗൂഡല്ലൂരത്തെ കാര്യം നോക്കിക്കോ, ഇവിടുത്തെ കൗമിനിച്ച് പറ്റിച്ചോ, മണ്ണാർക്കാട് ഭാഗത്തുള്ള കൗമിനെ ഞാനും പറ്റിച്ചോളറിട്ട് ഇജാസത്ത് കൊടുത്തത് ഇവന്റെ കാക്കയാണല്ലോ. ഇജാസത്ത് കൊടുക്കാൻ പറ്റിയ സാധനം കാട്ടുകള്ളൻ വീരപ്പനാണ് എനിക്ക് ചന്ദനം മുറിക്കാനും ആനക്കൊമ്പ് മുറിക്കാനും ഇജാസത്ത് തന്നത് എന്ന് വേറൊരു കാട്ടുകള്ളൻ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. അതേമാതിരി തന്നെ വേറെന്താ വ്യത്യാസം? അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ സമുദായത്തിനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് ഒരു കുടുംബമാണ് തുനിഞ്ഞിറങ്ങിക്കാണ്. മനസ്സിലായ? ഇവർക്ക് എന്ത് പരലോകബോധം? കൗമിനെ പറ്റിച്ച് എങ്ങനെയെങ്കിലും പരമാവധി ഊറ്റിയിട്ട് അവരെ സമ്പത്തും ഈമാനും ഊറ്റിയിട്ട് അവരാണ് നശിപ്പിക്കണം എന്നല്ലാതെ എന്താ ഉമ്മർക്കുള്ളത്? എന്താ അവന്മാരെ ക്വാളിറ്റി? എന്താ ഉമ്മാരെ പാരമ്പര്യം? എന്താ ഉമ്മാർക്ക് ദീനിലുള്ള അറിവ്? ഒരു ചുക്കും ചുണ്ണാമ്പൂല്ല, വട്ടപൂജ്യം, ബിഗ് സീറോ. മനസ്സിലായോ? ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ എരന്ന് തിന്നണോനെ തുരന്ന് തിന്നു പറഞ്ഞ മാതിരി ഇവന്റെ ലൈവിൽ വന്നിട്ട് വേറെ ചില ബിരുദന്മാർ കാട്ടുന്ന പണി കേട്ടോളി. പിന്നെ നമ്മളെ വീടിന്റെ അവിടെ ഞാന് ഉള്ളായി സത്യം ഇവിടെ ഞാന് വീട് പൊങ്ങുമ്പോ ഞാൻ നീയത്ത് വെച്ചിരിക്കണം. ഇവിടെ ഒരു ഏർവാടി കൊടിമരം വെക്കണം. എന്റെ കൊടിമരം വെച്ചിട്ട് എന്താ അതിനെ ആഹില് പോയിട്ട് ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അവരെ ഓരോരുത്തരുടെ നേർച്ച അതിൽ പൈസ കൊണ്ടുവരണം. അവരെ വിളിച്ചിട്ട് ഇന്നലെ എന്താണ് ഒരു കുഴിമന്തി തിന്നാൻ വേണ്ടിട്ട് പിന്നെ തങ്ങള് കൊടിമരത്തിന്റെ ഓട്ടുന്ന പൈസ എടുത്തിട്ട് കുഴിമന്തി ഞാൻ ഗൂഗിൾ പേ അയച്ചത് എന്ത് പാർട്ടിയിലാ പറയുന്നത്? സഹോദരങ്ങൾ, ഒരു ബിരുദം ചോദിച്ചതാണെന്ത്? തങ്ങളെ ആ കൊടിമരത്തിന്റെ ചോട്ട് കണ്ടമാനം പൈസ ഉണ്ടല്ലോ, എനിക്ക് കുഴിമന്തി തിന്നാൻ പൂതിയായിട്ടാണ്, കുറച്ച് പൈസ എനിക്ക് ഗൂഗിൾ പേ അയച്ചു തരുമോ? ഇപ്പം ചോദിക്കുക, എന്ത് ചോദ്യം ചങ്ങായന്മാരെ നിങ്ങളൊക്കെ ചോദിക്കണേ? ഞങ്ങളെന്നെ സമുദായത്തിനെ എരന്ന് തിന്നാണ്, നിങ്ങൾ ഞങ്ങളെ തുരന്ന് തിന്നേ, എങ്ങനെ ഉണ്ടാവും? അപ്പൊ സഹോദരങ്ങളെ, ഇത് പറഞ്ഞാൽ ഒരു അറ്റും അന്തും ഉണ്ടാവില്ല, അതിങ്ങനെ നീണ്ടു പോവും. ഇൻഷാ അല്ലാ വരും എപ്പിസോഡിലൊക്കെ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാ. ഇങ്ങനെ ഒരു ടീം സമുദായത്തിനെ പറ്റിച്ച് ജീവിക്കാനായിട്ടുണ്ട് ഇറങ്ങിയിട്ട് കോടികൾ സമ്പാദിച്ച് കൂട്ടിക്കുക. ഈ ദുരന്തത്തിനെ തടയിടേണ്ട പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകള് പരസ്യമായിട്ടും പരോക്ഷമായിട്ടും ഇതിന് വളം വെച്ചു കൊടുക്കുക. ഇതൊന്നും ഓല കണ്ണിൽ പെടുന്നില്ല. ഓല പണി ഇപ്പൊ വേറെയാണ്. സമസ്തന്റെ പണ്ഡിതന്മാരും നേതാക്കന്മാരും പണി വേറെയാണ്. സമസ്ത കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത എന്നുള്ള സംഘടന പൊട്ടിത്തമർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. സമുദായത്തിനാകട്ടെ ഇതുപോലെയുള്ള ആത്മീയ തട്ടിപ്പുകാർ ഒരു ഭാഗത്ത് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ വലിയ നേതാവിന് എറണാകുളത്ത് വക്ക സമ്മേളനത്തിന് എന്താ പരിപാടി എന്ന് അറിയാം? വലിയ നേതാവിന്റെ വീരവാദം മുക്കം ഉമർ ഫൈസി കേട്ടോളി. ആ കെ എം മൗലവി കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം. അത് വന്നപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത പോലെയുള്ള സംഘടനകൾ ഉണ്ടായത്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെ പ്രതിരോധിക്കുക എന്നുള്ള വിഷയത്തിൽ ഒന്നിക്കേണ്ടവരാണ് നമ്മൾ. ഒന്നിക്കണം, നമ്മൾ ഭിന്നിക്കാൻ പാടില്ല. ആദർശപരമായ മേഖലയിൽ നമുക്ക് വലിയ ഭിന്നിപ്പൊന്നുമില്ല. സംഘടനാ തലത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്നല്ലാതെ പൊറുക്കാൻ കഴിയുന്നത് മാത്രമാണത്. അതൊക്കെ പുറത്തുകൊണ്ട് നമുക്കെന്താക്കണം? മുന്നോട്ട് പോകണം. ബിദഈ പ്രസ്ഥാനക്കാരെ അടിച്ചമർത്തണം. 1940-കളിൽ ഉണ്ടായ വേറൊരു ജന്തുവാണ് ജമാഅത്തെ ഇസ്ലാമി. നമുക്കിവിടെ നാട് കടത്തേണ്ട രണ്ട് വിഭാഗം ആൾക്കാരാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയും വഹാബിയും. അത് രണ്ടും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കൊണ്ട് പ്രവർത്തിക്കണം. എങ്കിൽ ഈ കേരള അന്തരീക്ഷം വളരെ ശുദ്ധമാകും എന്നുള്ളതാണ് പറയാനുള്ളത്. വയതസ്മു ബിഹബിലില്ലാഹി ജമിഅൻ വലാ തഫറഖു എന്നാണ് ഖുർആന്റെ കൽപ്പന. എല്ലാവരും ഒന്നിച്ച് പിടിക്കണം. നമുക്ക് ഒന്നിച്ച് പിടിക്കാം ഇൻഷാ അല്ലാഹ്. അതാണ്. എങ്ങനെയുണ്ട് മുക്കം ഉമർ ഫൈസിന്റെ പ്രസ്താവന? വേശ്യയുടെ ചാരിത്ര പ്രസംഗത്തിന് ഇതിനേക്കാളും മൂല്യം ഉണ്ടാവും. ഇത് പറഞ്ഞപ്പോൾ മുമ്പിലുള്ള കുറച്ച് കൗമ് തക്ബീർ ചൊല്ലി കൊടുത്തു, പാസ്സാക്കി കൊടുത്തു. ഈ ആറ്റക്കോയന് മുമ്പിലിരിക്കുന്ന കൗമിന്റെ മാതിരി കുറച്ച് പൊട്ടന്മാർ ഇവിടെ ഉണ്ടായിരുന്നു, നല്ല തക്ബീർ ചൊല്ലി കൊടുത്തു. എന്താ അയാൾ പറഞ്ഞത്? സുന്നികൾ തമ്മിൽ ആദർശപരമായ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, വെറും സംഘടനാപരമായ ഭിന്നത മാത്രമേ ഉള്ളൂ. ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആദർശപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഇല്ല അതൊക്കെ കാണിച്ചു തരാം. അതുകൊണ്ട് നമ്മൾ ഈ സംഘടനാപരമായ ഭിന്നതൊക്കെ മറന്നിട്ട് നമ്മൾ ഐക്യപ്പെടണം. ആരായി പറയണത്? സമസ്തന്റെ ഉള്ളിൽ സകല കുത്തുതീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഒരാള്, സ്വന്തം വീട്ടിൽ കച്ചറ ഉണ്ടാക്കിയ ഒരാള്, കെട്ടിയോളെ ചവിട്ടി മൂലക്കിട്ട് മക്കളെ നന്നായിട്ട് അടിച്ച് തൂഫാനാക്കി തന്തനെയും തള്ളനും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി അങ്ങനെ എരപ്പാക്കി കച്ചറ ഉണ്ടാക്കിയ ഒരാള് അയലോക്കത്ത് വന്നിട്ട് പറയണേ നമ്മൾ അയലോക്കക്കാർ തമ്മിൽ നമ്മൾ നല്ല ബന്ധം പോകണട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ആ ഒരു നിലവാരല്ലേ ഇയാളെ പ്രസ്താവനക്കുള്ളൂ. എന്താണ് ഇപ്പൊ ഈ സുന്നികൾ എന്ന് പറഞ്ഞ സമസ്തന്റെ അവസ്ഥ? ഇത് പുട്ടുംകുറ്റി പൊട്ടിത്തെറിച്ച മാതിരിയേക്കണു. പോ തൂക്കൊരു ഭാഗത്ത്, പുട്ടുംകുറ്റി വേറൊരു ഭാഗത്ത്, തേങ്ങാപ്പീര വേറൊരു ഭാഗത്ത്, മാവ് വേറൊരു ഭാഗത്ത്, അതിന്റെ അടിയിലുള്ള ചില്ല് വേറൊരു ഭാഗത്ത്, പരന്ന് കെടുക്കുകയാണ്. അമ്പലക്കടവൻ ഒരു ഭാഗത്ത്, സത്താർ പന്തലൂർ ഇയാളും വേറൊരു ഭാഗത്ത്, ജിഫിരി വേറൊരു ഭാഗത്ത്, പാണക്കാട് തങ്ങന്മാർ വേറൊരു ഭാഗത്ത്. എന്നിട്ടാണ് ഇയാൾ പറയണത് സുന്നികളൊക്കെ ഇപ്പൊ നല്ല ഐക്യത്തിലാണ്, ഇനി നമുക്ക് എല്ലാവർക്കും കൂടി വഹാബികളാണ് തുരത്തണം, നാട് കടത്തണം പെടുന്നത്. എന്താ പൂതി? ഈ വയസ്സുകാലത്ത് ഇയാളോരോ ആഗ്രഹങ്ങള്.
ഇയാളടക്കമുള്ള ആളുകളുടെ കുത്തിത്തിരിപ്പ് മൂലം സമസ്ത ആകെ തൂഫാനായി പുകഞ്ഞു കത്തിക്കൊണ്ടിരിക്കുകയാണ്, കത്തി ചാമ്പലായി കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വഹാബികളെ തുരത്തി ഓടിക്കാൻ നാട് കടത്താൻ ഇയാളെ പൂതി. ഇല്ലൊന്നായിട്ട് കത്തി മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇല്ലത്തിലെ കാരണവരിങ്ങനെ ഔത്ത് പണ്ടിപ്പാഞ്ഞ് നടക്കാണ്. എന്താ നിങ്ങൾ ഇങ്ങനെ അവിടെ മണ്ടിപ്പാഞ്ഞ് നടക്കണം, നിങ്ങൾ രക്ഷപ്പെടുന്നില്ലേ ഈ തീൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുമ്പോൾ ഞാൻ എലിക്ക് കെണി വെക്കാൻ തേങ്ങാപ്പൂള് തപ്പി നടക്കുകയാണെന്ന് കാരണവർ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതല്ല ഇപ്പൊ ഇയാളെ നിലവാരം. സമസ്തനെ കുട്ടിച്ചോറാക്കി. ഇതൊരു ഒറ്റക്കെട്ടാണല്ലോ. എടോ, ആ ഒറ്റക്കെട്ടിൽ ഞങ്ങൾ പാണക്കാട് തങ്ങന്മാരെ കണ്ടില്ലോ, ഇതോലി ഒറ്റക്കെട്ടിലില്ലേ? ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളൂ, വിശദമായിട്ട് ഞാൻ പിന്നെ ചോദിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ് വിഷയം. ഈ ഒറ്റക്കെട്ട് എന്ന് പറഞ്ഞ ഈ വേദിയിൽ നിന്ന്, ഈ വഖഫ് സമ്മേളനത്തിന്റെ ഈ വേദിയിൽ നിന്ന് ഇയാൾ പാണക്കാട് തങ്ങന്മാരെ ചവിട്ടുണ്ട്. ഒറ്റക്കെട്ടാണല്ലോ. ഇത് ജഡ്ഡി മാത്രം ഇട്ടുകാണ്ട് ബോഡി ഷോ നടത്തിയ മാതിരിയാണ് ഇപ്പോൾ. മനസ്സിലൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ അവരത്തെ മീൻ പുറത്താ. അതാണ് ഇപ്പൊ ഇയാളടക്കമുള്ള ആളുകൾ നടത്തിയ വഖഫ് സമ്മേളനത്തിന്റെ അവസ്ഥ. ഒറ്റക്കെട്ടാണല്ലോ. എന്നാലോ എല്ലാ ഭിന്നതി അവിടെ തുറന്നു കാണിക്കണമുണ്ട്. മനസ്സിലായോ? അപ്പൊ മുക്ക് ഉമർ ഫൈസിനോടക്കം പറയാനുള്ളത് എന്താ വെച്ചാല്, ഈ പ്രായത്തിൽ വല്ലാതെ കിടന്ന് മുക്കണ്ട, വിചാരിച്ചതാവൂല പുറത്തേക്ക് ചാടുക. മനസ്സിലായോ? നിങ്ങൾ ആദ്യം നിങ്ങളെ സമുദായത്തിന്റെ അവസ്ഥ, നിങ്ങളെ ഈ കൗമിനൊക്കെ നേരാക്കാൻ നോക്കി, ഈ ആറ്റക്കോയനെ പോലുള്ള ആൾക്കാരെ ഇടയിൽ നിന്ന് നിങ്ങളെ കൗമിനെ നന്നാക്കാൻ നോക്കി, രക്ഷപ്പെടുത്താൻ നോക്കി. അതും കഴിഞ്ഞിട്ട് നിങ്ങൾ സമസ്തനെ നന്നാക്കാൻ നോക്കി. എന്നിട്ട് നിങ്ങൾ വഹാബികളെ നാട് കടത്താൻ വരാം. വഹാബികളെ നാട് കടത്താൻ നിങ്ങൾ എല്ലാവരും പാടെ ഒറ്റക്ക് നിന്ന കാലത്ത് കഴിഞ്ഞിട്ടില്ല. ഇവിടെ സലഫികളെ രോമത്തിനെ തൊടങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് നിങ്ങൾ പല സംഘടനകളും പല ത്വരീക്കത്തുകളും 100,000 വിഭാഗമായി ചിന്നിച്ചെതറി നിൽക്കുന്ന സമയത്ത് ഈ ഒറ്റക്കൊന്ന് എണീറ്റ് പോലും നിൽക്കാൻ നിങ്ങൾക്ക് കേൾപ്പില്ല. എന്നിട്ടാണ് ഞാൻ വഹാബികളെ ചവിട്ടി പുറത്താക്കുമെന്ന് പറയണത്. ഓരോരുത്തന്മാരോരോ പൂതി, കോമഡി എന്നല്ല എന്താ നിനക്ക് പറയാ. വെറുതെ പറയല്ല സുഹൃത്തുക്കളെ, ഈ സമസ്ത എന്ന് പറഞ്ഞാൽ തന്നെ കോമഡിയാ. സമസ്തയുടെ രൂപീകരണം കോമഡിയാണ്, സമസ്തയുടെ ആദർശം കോമഡിയാണ്, സമസ്തയുടെ പല പരിപാടികളും കോമഡിയാണ്, സമസ്തയുടെ ആത്മീയ മജ്ലിസുകൾ കോമഡിയാണ്. ഈ ആറ്റക്കോയന്റെ മജ്ലിസിൽ തന്നെ എന്താ നടക്കുന്നത്? പാട്ടും കൂത്തും കോമഡി തന്നെ. കണ്ടോളി. ഇത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പിരീശത്തില് ചെല്ലിടുന്നു. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. സംസമിൻ ചരിതത്തിലുണ്ട് ഹാജറ, സഫാ മർവക്കിടയിൽ ബീവി ഹാജറ, അമ്പിളിച്ചലുള്ള ഇമ്പർമാനമുള്ള പൂവി ഹാജറ. എങ്ങനെയുണ്ട്? ഇവന്റെ ആത്മീയ മജ്ലിസിൽ ലൈവിൽ നടക്കുന്ന കൂത്താട്ടങ്ങളാണതൊക്കെ. മിമിക്രി, മോണാക്റ്റും ഗാനമേളയും ദുബായ് കത്തുപാട്ട്. എത്രയും ബഹുമാനപ്പെട്ട എൻ ഭർത്താവ് വായിക്കുവാൻ. മുത്തുമണികളെ രസിപ്പിക്കാൻ പറ്റിയ പാട്ടാളപ്പോൾ അതൊക്കെ. എങ്ങനെയാണോ മുത്തുമണികൾ എൻ്റെ ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോവുക? അവിടെ അട്ടിപ്പേറ് കെടുക്കന്നെ. ഇതൊരു കാര്യം ചെയ്യുക, ആ ദുബായ് കത്തുപാട്ടിന്റെ മറുപടി പാടെ പാടിക്കാളാ. പൂട്ടാതെ തന്തയായ മണ്ണാന്റെ ഒരു മൂരി, കറക്കാതെ കറവ പറ്റിയ ഒരു പശുവായി നീ മാറി. അതുപാടെ പാടിക്കൊടുത്താളാ. നല്ല രസം ഉണ്ടാവും. കാരണം മുത്തുമണികളെ പല ആൾക്കാരും കെട്ടിയമാര് ഗൾഫിലായിരിക്കുമല്ലോ. വെറുതെ നല്ലടോ, ഈ പെൺകൊടിമാരുണ്ടല്ലോ, സമസ്തന്റെ പെൺകൊടിമാര്, ഇതുപോലെയുള്ള ഈ ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ സമ്പത്തും അഭിമാനവും കുടുംബത്തിനൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് അവിടെ പെട്ടിക്കിടക്കുന്നത്. സത്താർ പന്തല്ലൂർ പറഞ്ഞ കഥ ഒറ്റപ്പെട്ട കഥ ഒന്നുമല്ല, ഇത് വ്യാപകമായിട്ട് നടക്കുന്നതാണ്. ആത്മീയ മജ്ലിസിന്റെ പേരിലാണ് ഈ കൂത്താട്ടങ്ങൾ നടക്കുന്നത്. ആരാണ് ഇതൊക്കെ വളർത്തിയത്? ആരാണ് ഇതിന്റെ കാരണക്കാര്? അപ്പൊ സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത്, ഈ ആറ്റക്കോയെ പോലെയുള്ള ഈ ആത്മീയ തട്ടിപ്പുകാർക്ക് വളം വെച്ചു കൊടുത്തതും ഏണി വെച്ചു കൊടുത്തതും ഈ സമസ്ത എന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനമാണ്. ഇത് നിഷേധിക്കാൻ സമസ്തയിൽ ആണായി പിറന്ന ആരെങ്കിലുണ്ടോ? ചങ്കൂറ്റുണ്ടോ തെളിവ് വെച്ച് നിഷേധിക്കാൻ? ഇത് സ്ഥാപിക്കാനുള്ള 100 കണക്കിന് തെളിവ് ഇനി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ സമുദായത്തിനെ നിങ്ങൾ സമസ്തനെ രൂപീകരിച്ച് തന്നെ അള്ളാഹുവിൽ നിന്നും ജനങ്ങളെ അകറ്റി, നിങ്ങൾ ഈ ഔലിയാക്കന്മാര് മഹാന്മാര് എന്ന് പറഞ്ഞു നടക്കുന്ന, നിങ്ങൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ആളുകളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കി അത് മുതലെടുത്തിട്ട് ഇങ്ങനെ ഓരോ മണ്ണിലും ആറ്റക്കോയമാരും ആറ്റാത്തക്കോയമാരും പൂക്കോയമാരും പൂക്കാത്തക്കോയമാരും ഇങ്ങനെ മുളച്ചു പൊന്താൻ തുടങ്ങി. സമസ്ത എന്ന ഈ വടവൃക്ഷം ഉണ്ടല്ലോ, ഈ ചെതലരിച്ച വടവൃക്ഷം, ആ വടവൃക്ഷത്തിന്റെ ചുറ്റും മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്ന വിഷക്കൂണുകളാണ് ഈ ആറ്റക്കോയെ പോലുള്ള ആളുകൾ. ഇതിന്ന് സമുദായത്തിനെ രക്ഷിക്കാൻ സമസ്തക്ക് കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. സലഫികളൊന്ന് പണിയെടുത്തോക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഞങ്ങളിത് ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിനുള്ള മാറ്റവും കേരളത്തിലുണ്ടാവും. ഇൻഷാ അള്ളാഹ് മറ്റു വിഷയങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.